ത്രിസന്ധ്യ. അന്ന് പൂമുഖത്ത് നിലവിളക്ക് കൊളുത്തി വെച്ചത് ഹേമലതയായിരുന്നു. ഭദ്രംകാരനവർ ചാരുകസേരയിൽ അകലേക്ക് നോക്കി കിടക്കുകയായിരുന്നെങ്കിലും ഒളികണ്ണാലെ എല്ലാം കാണുകയായിരുന്നു, ശ്രദ്ധിക്കുകയായിരുന്നു. ഇളയ മരുമകൾ എങ്ങനെയുണ്ട്? ഈ തറവാടിന്റെ ചിട്ടിക്കനുസരിച്ച് പോകുന്നവളാണോ? അതെ എന്ന് അയാൾക്ക് തോന്നി. പക്ഷെ അപ്പോഴും മനസ്സിൽ ചില സംശയങ്ങൾ മാത്രം ബാക്കി നിന്നു. വിവാഹത്തിനായി പുറപ്പെട്ടപ്പോൾ ഉണ്ടായ അപശകുനങ്ങൾ, വിഘ്നങ്ങൾ, അതിനൊരു ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഗോവിന്ദൻ കണിയാർ എത്തണം. ഒന്ന് പ്രശ്നം വെപ്പിക്കണം. കേമനാണ് ജ്യോത്സ്യൻ. അയാൾ തന്നെയാണ് ഈ വിവാഹത്തിന്റെ നേരം കുറിച്ചതും ജാതകങ്ങൾ തമ്മിലുള്ള പൊരുത്തം നോക്കിയതും. ഇപ്പോൾ പക്ഷേ അയാൾ സ്ഥലത്തില്ല. ഏതോ അത്യാവശ്യ കാര്യത്തിനായി മലബാർ ഭാഗത്തെങ്ങോ പോയിരിക്കുകയാണ്. ഗോവിന്ദൻ കണിയാരുടെ ഒരു മകളെ വിവാഹം ചെയ്ത് അയച്ചത് അവിടെ എങ്ങോ ആണ്. പൂമുഖത്ത് നിലവിളക്ക് വെച്ചിട്ട് ഏതാനും നിമിഷങ്ങൾ തൊഴുതു നിന്നിട്ടാണ് ഹേമലത അകത്തേക്ക് പോയത്. ഭദ്രംകാരനവർ അവിടെ ഇരിക്കുന്നതിന്റെ ഭവ്യത അവൾ കാട്ടുകയും ചെയ്തു. സ്ത്രീകൾ അയാളുടെ മുന്നിൽ ചെന്ന് നിന്ന് സംസാരിക്കാറ് പോലുമില്ലെന്ന് മറ്റുള്ളവരിൽ നിന്നും അവളും മനസ്സിലാക്കിയിരുന്നു. ഏതായാലും അവളുടെ ആ ഭവ്യത കാരണവർക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. വിജയൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ബൈക്കിൽ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഗ്രാമത്തിൽ അവർക്കൊരു ക്ലബ്ബുണ്ട്. പക്ഷേ അവിടെ കാര്യമായ പ്രവർത്തനം ഒന്നും തന്നെയില്ല. വിജയന്റെ നേതൃത്വത്തിൽ സമ്പന്നർക്ക് ഉല്ലസിക്കാൻ വേണ്ടതൊക്കെ അവിടെയുണ്ട്. അല്പസ്വല്പം ചീട്ടുകളി, ഇത്തിരി മദ്യപാനം, അങ്ങനെ പതിവ് പോലെ ചീട്ടുകളി പൊടി പൊടിക്കുകയായിരുന്നു. എടാ കൂവേ, നീ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇന്നലെ രാത്രിയിലുണ്ടായ സംഭവങ്ങൾ അതേപടിയൊന്ന് പറഞ്ഞു തുടങ്ങിക്കേ. കൂട്ടുകാർ അവനെ വിടുന്ന ലക്ഷണമില്ല. വിജയൻ എരിഞ്ഞു തീർന്ന സിഗരറ്റ് തറയിലിട്ട് ചവിട്ടി അരച്ചു. ഒന്ന് വീശടാ. ഒരാൾ പാതി നിറച്ച ഗ്ലാസ് അവന് നീട്ടി. വേണ്ട വേണ്ട, ഇതിന്റെ രണ്ടാമത്തെ രാത്രിയാ, വെറുതെ കൊളമാക്കല്ലേ. എന്താ, അവളെ നിനക്ക് ഭയമാണോ? അവളെ അല്ല, ഗേറ്റ് കടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരാൾ ഇതൊക്കെ നോക്കിയിരിക്കുകയാവും. പിടി വീണാൽ പിന്നീടത്തെ കാര്യങ്ങളൊന്നും പറയണ്ടായേ. ഓ, നിന്റെ തന്തപ്പടി അല്ലേ? വിജയൻ മിണ്ടിയില്ല. കഴിഞ്ഞ രാത്രിയെക്കുറിച്ചാണ് അവൻ ചിന്തിച്ചത്. സംഭവിച്ചത് വല്ലതും ഇവന്മാരോട് പറയാൻ കഴിയൂ? എടാ, നീ കാര്യം പറയുന്നുണ്ടോ? അതൊക്കെ എങ്ങനെ പറയാനാടാ? പറ്റത്തില്ല. അങ്ങനെയൊന്നുമല്ല നമ്മുടെ വാക്ക്. പെട്ടെന്ന് മുകളിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഫാനിന് വേഗതയേറി. മേശപ്പുറത്തിരുന്ന ചീട്ടുകൾ പറന്നുപോയി. വിജയന്റെ നെറ്റി ചുളിഞ്ഞു. ഇവിടെ ഇങ്ങനല്ലയോ? തോന്നുമ്പോൾ വോൾട്ടേജ് വരും, തോന്നുമ്പോൾ പോകും. ഇതുപോലൊരു കുത്തഴിഞ്ഞ വകുപ്പ്. കൂട്ടുകാർ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിനെ പഴി ചാരിയപ്പോൾ വിജയന് വേറെ ചില സംശയങ്ങളാണ് തോന്നിയത്. എന്തായാലും അവൻ ഉടനെ എണീറ്റു. എനിക്ക് പോകണം. എന്താടാ ഇത് ഇത്ര നേരത്തെ? പോയേ പറ്റൂ. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു കഴിഞ്ഞു. ബൈക്കിൽ കയറി. നീരേറ്റുപുറം തറവാട്. ഹേമലതയും ചേട്ടത്തിമാരും ഒരു മുറിയിൽ കൂടിയിരുന്ന് സംസാരിക്കുകയായിരുന്നു. നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ. എല്ലാവർക്കും ഹേമലതയെ ഇഷ്ടമായി. നാളെയാണ് ഹേമലതയുടെ വീട്ടിൽ നിന്നും വിരുന്ന് വിളിക്കാൻ ആളെത്തുന്നത്. അതേക്കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ബൈക്ക് വന്ന് നിൽക്കുന്നത് കേട്ടു. വിജയൻ വന്നു, മൂത്ത ചേട്ടത്തി പങ്കജം പറഞ്ഞു. ഹേമലത എണീറ്റു. അവൾ തളത്തിലേക്ക് ചെന്നപ്പോഴേക്കും വിജയൻ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അവനെ നോക്കി അവൾ വശ്യമായി ചിരിച്ചു. അവളിൽ നിന്നും മത്തുപിടിപ്പിക്കുന്ന എന്തോ ഒരു തരം ഗന്ധമുയരുന്നുണ്ടെന്ന് അവന് തോന്നി. ഉന്മത്തയായ സ്ത്രീയുടെ സുഗന്ധം. അവളുടെ അരയിൽ കൈചുറ്റി അവൻ തൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയതും വികാരവായ്പോടെ അവൻ അവളെ വാരി അണച്ചു. അവൾ ഭർത്താവിൻ്റെ കരവലയത്തിൽ ഇഴുകിച്ചേർന്നു നിന്നു. ഇപ്പൊ ഒന്നും വേണ്ട കേട്ടോ. അവൻ്റെ കൈകൾ കുസൃതി കാട്ടാൻ തുടങ്ങിയപ്പോൾ അവൾ സ്നേഹപൂർവ്വം പറഞ്ഞു. എന്നിട്ടും അവൻ പിടിവിട്ടില്ല. തുറന്നു കിടന്നിരുന്ന ജനാലയ്ക്കപ്പുറം രണ്ട് തീക്കണ്ണുകൾ തെളിഞ്ഞത് അവർ കണ്ടിരുന്നില്ല. തറവാടിന് മുകളിൽ വന്നിരുന്ന് ഒരു മൂങ്ങ ചിലച്ചു. ഗ്രാമത്തിൽ എവിടെയോ ചാവാലിപ്പട്ടികളുടെ മൂങ്ങൽ. രാത്രിക്ക് കട്ടിയേറുകയായിരുന്നു. നീരേറ്റുപുറം തറവാട്ടിൽ എല്ലാവരും അത്താഴം കഴിച്ചു. ആണുങ്ങൾ തങ്ങളുടെ മുറികളിലേക്ക് പോയി. സ്ത്രീകൾക്ക് ഇനിയും അടുക്കളയിൽ ജോലിയുണ്ട്. പാത്രങ്ങളും മറ്റും കഴുകി വൃത്തിയാക്കി അടുക്കി വെക്കണം. സഹായത്തിന് വേലക്കാരികൾ ഉണ്ടെങ്കിലും എല്ലാവരും കൂടി അങ്ങ് ചെയ്യും. അതാണ് ഇവിടുത്തെ രീതി. ഇന്ന് ഹേമലതയും ഒപ്പം കൂടി. മോള് പൊയ്ക്കോളൂ, ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് ചെയ്തോളാം, വിജയലക്ഷ്മി അവളോട് പറഞ്ഞു. കേട്ടോടി കൗസല്യേ, പങ്കജൻ ചിരിച്ചു. അമ്മ ഇളയ മരുമകളെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിക്കുന്ന ലക്ഷണമില്ല. അതെ ഏട്ടത്തി, ഞാനും പറയാൻ ഭാവിക്കുകയായിരുന്നു. ഈ പുതുമയൊക്കെ മാറുമ്പോൾ ആദ്യം അമ്മ വിളിക്കുന്നത് ഹേമയായിരിക്കും. അതാ ഞങ്ങളുടെയൊക്കെ അനുഭവം.
മോഹിനി പകുതി കളിയായും പകുതി കാര്യമായും അവളോട് പറഞ്ഞു. അതാണ് എനിക്കും ഇഷ്ടം. അവൾ ചിരിച്ചു. ഈ സമയം മുറിക്കുള്ളിൽ തനിച്ചു കിടക്കുകയായിരുന്ന വിജയൻ ഒരു പുസ്തകമെടുത്ത് വെറുതെ മറിച്ചു നോക്കുകയായിരുന്നു. ഇന്നവൻ നേരത്തെ തന്നെ ജനാല അടച്ച് കൊളുത്തിട്ടിരുന്നു. അലസമായി പുസ്തകത്തിന്റെ താളുകൾ മറിച്ചുകൊണ്ടിരുന്ന അവന് പെട്ടെന്ന് നെഞ്ചിരിപ്പേറി. അതിനുള്ളിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നു. പഴയ ഫോട്ടോ. ഹേമലത ഇത് കണ്ടുകൊടുന്ന് പെട്ടെന്ന് തോന്നിയതിനാൽ അവൻ അതെടുത്ത് കിടക്കയിൽ തിരുകി. ആ നിമിഷം ടക്ക് എന്നൊരു ശബ്ദത്തോടെ ജനാലയുടെ കൊളുത്ത് തനിയെ ഇളകി. ഒരു ജനൽപ്പാളി തുറക്കപ്പെട്ടു. അതുവഴി പ്രതികാരഭാവത്തോടെ ഒരു കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി വന്നു. ചോര മരവിച്ച മട്ടിൽ താണ്ഡവമാടുകയാണ് കാറ്റ്. കർട്ടനുകൾ ഇളകി പറന്നു. കടലാസ് കഷ്ണങ്ങളും മറ്റും ഉയർന്ന് മച്ചോളമെത്തി. കത്തിക്കരയുന്ന തലമുടിയുടെ അതിരൂക്ഷഗന്ധം. വിജയൻ വല്ലാതെ ചുമച്ചു. അപ്പോൾ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. ജനാലയിലൂടെ 1000 കരങ്ങളുള്ള നീരാളിയെപ്പോലെ ഒരു തലമുടിക്കെട്ട്. ആകാശത്തുകൂടി പറന്നു പോകുന്ന ഒരു നീരാളി. തലേ രാത്രിയിലെ സംഭവങ്ങൾ ഓർത്ത് അവൻ അടിമുടി വിറച്ചു. മുറിക്കുള്ളിൽ അദൃശ്യനായ ഒരാളുടെ സാന്നിധ്യം അവൻ അറിഞ്ഞു. കാതുകൾക്കരിയിൽ ഒരു തണുത്ത ശബ്ദം. തുടങ്ങിയതേയുള്ളൂ ഞാൻ. നിന്റെ ഇന്നലത്തെ രാത്രി എങ്ങനെയുണ്ടായിരുന്നു? അവൻ്റെ നാവ് അനങ്ങിയില്ല. ആ ശബ്ദം ചെവി പിളരുമാതിരി ഉറക്കെ ചിരിച്ചു. നീരേറ്റുപുറം തറവാടിൻ്റെ അടിക്കലുകൾ ഇളകാൻ പോവുകയാണ്. എന്നെ തടഞ്ഞു നിർത്താൻ ഒരിക്കലുമാവില്ല. നാളെ രാവിലെ മുതൽ ദുരന്തങ്ങൾ ആരംഭിക്കുന്നു. ശബ്ദം നിലച്ചു. കാറ്റ് വന്ന വഴിയെ തിരികെ പോയി. മുറിയിൽ കനത്ത ശാന്തത. വാതിൽ കടന്ന് ഹേമലത അകത്തു വന്നു. മുറിയിൽ ചിതറിക്കിടക്കുന്ന കടലാസ് കഷ്ണങ്ങളും മറ്റും. പരിസരം പോലും മറന്ന് അമ്പരന്നിരിക്കുന്ന വിജയൻ. എന്തുണ്ടായി? ഒരു ഞെട്ടലോടെ അവൻ തലയുയർത്തി ചകിതഭാവത്തിൽ അവളെ നോക്കി. എന്താ വിജയേട്ടാ? കാറ്റ്, കാറ്റ്. അവൻ പെറുവിറുത്തു. കാറ്റോ? അവൾക്കൊന്നും പിടികിട്ടിയില്ല. പൊടുന്നനെ അവളുടെ കണ്ണുകൾ തറയിൽ കിടന്നിരുന്ന ഒരു ഫോട്ടോയിൽ പതിഞ്ഞു. അവൾ കുനിഞ്ഞ് അതെടുത്തു. വിജയൻ കിടക്കിക്കടിയിൽ വെച്ച ഫോട്ടോയായിരുന്നു അത്. അതെങ്ങനെ വീണ്ടും തറയിൽ വീണു? ഹേമലതയെ കാണിക്കാൻ എന്ന വണ്ണമാണ് അത് കിടന്നത്. ഇത് ആരുടെ ഫോട്ടോയാണ്? ആ ചോദ്യത്തിന് മുന്നിൽ അവൻ വിളറി വിയർത്തു. മറുപടി പറയുവാൻ വാക്കുകൾക്കായി പരതുകയായിരുന്നു വിജയൻ. ആരെന്ന് പറയണം? ഒരിക്കൽ തൻ്റെ എല്ലാം ആയിരുന്നവളുടേതെന്ന് പറയണോ? അങ്ങനെ പറഞ്ഞാൽ ഏത് ഭാര്യയ്ക്കാണ് ഇഷ്ടമാവുക? ഭർത്താവിൻ്റെ മുഖത്തുണ്ടാകുന്ന ഓരോ ഭാവവും ഹേമലത ശ്രദ്ധിക്കുകയായിരുന്നു. അവൾ വീണ്ടും ആ ഫോട്ടോയിലേക്ക് നോക്കി. തലച്ചോറിനുള്ളിൽ ഒരു തേൾ കുത്തുന്ന അനുഭവം. ഉൾക്കണ്ണുകളിലെങ്ങോ ഒരു മുഖം തെളിയുന്നു. ഫോട്ടോയിൽ കാണുന്ന മുഖം. കൈ ചൂണ്ടി ആ മുഖം എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. പെട്ടെന്ന് വിജയനെ അമ്പരപ്പിച്ചുകൊണ്ട് അവൾ തിരക്കി. വാസന്തിയുടെ ഫോട്ടോ അല്ലേ ഇത്? മടിയിൽ ഒരു സർപ്പം വന്ന് വീണാൽ പോലും വിജയൻ ഇത്രയും ഞെട്ടുമായിരുന്നില്ല. നീ എന്താ ചോദിച്ചത്? ഹേമലതയുടെ ചുണ്ടിൽ ചിരിയൂറി. അവൾ പതിയെ പറഞ്ഞു. വാസന്തിയാണിത്. എന്താ അല്ല നേട്ടന് പറയാൻ കഴിയുമോ? നിനക്ക് അവളെ എങ്ങനെ അറിയാം? തൻ്റെ നെഞ്ചിടിപ്പ് പെരുമ്പറ പോലെ മുഴങ്ങുന്നത് വിജയന് കേൾക്കാമായിരുന്നു. അതൊന്നും ഇപ്പോൾ വിജയേട്ടന് അറിയണ്ട. നിങ്ങൾ തമ്മിലുള്ള ബന്ധവും എനിക്കറിയാമായിരുന്നു. ഭാര്യയുടെ മുന്നിൽ താൻ ഒരു കടുകുമണിയോളമാകുന്നത് വിജയൻ അറിഞ്ഞു. അവൻ്റെ തല കുനിഞ്ഞുപോയി. ഹേമലത ആ ഫോട്ടോ കൊണ്ടുപോയി മേശയുടെ ഡ്രോയിലിട്ടു. തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ വിവാഹത്തിൻ്റെ ആൽബം കിട്ടുമ്പോൾ ഇതുകൂടി അതിനുള്ളിൽ വെക്കാം. വേണമെന്നോ വേണ്ടെന്നോ അവൻ പറഞ്ഞില്ല. നീരേറ്റുപുറം തറവാട്ടിൽ അപ്പോൾ അവരുടെ മുറിയിൽ മാത്രമേ ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. തറവാട്ടിൽ തികഞ്ഞ നിശബ്ദതയായിരുന്നു. നമുക്ക് ഉറങ്ങേണ്ടേ? വിജയൻ ഒന്ന് മൂളി. പക്ഷേ അവൻ അറിയാമായിരുന്നു ഈ രാത്രി തനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന്. ഒരിക്കലും ഭാര്യ അറിയരുതെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് അവൾ ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്നത്. ഹേമലത എണീറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു. കിടക്കാൻ വിജയേട്ടാ? ആ. അവളോടൊപ്പം കിടക്കുമ്പോൾ കഴിഞ്ഞ രാത്രി ആവർത്തിക്കരുതേ എന്നൊരു പ്രാർത്ഥന മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിവതും അവളെ തൊടാതെ കിടക്കുവാനാണ് അവൻ ശ്രദ്ധിച്ചത്. പക്ഷേ അവൾ അവനോട് ചേർന്ന് കിടന്നു. ജനാലയിലൂടെ ഇലഞ്ഞിപ്പൂവിൻ്റെ ഗന്ധമുള്ള ഒരു കാറ്റ് വീശി വന്നു. ആരോ പറഞ്ഞു ചെയ്യിക്കും പോലെയായിരുന്നു ഹേമലതയുടെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. എല്ലാ കാര്യങ്ങൾക്കും അവൾ തന്നെ മുൻകൈയെടുത്തു. വിജയന് എതിർക്കണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞില്ല. കിടക്കയിൽ അവൾ ഒരു പടക്കുതിരയായി മാറി. ഉടുമ്പിനെ പോലെ വിജയനെ മുറുകെ പിടിച്ചു. പാമ്പിനെ പോലെ ചുറ്റി വരിഞ്ഞു. ഓടി തളർന്നവളെ പോലെ കിതച്ചു.
നിലവിളിക്കാതിരിക്കാൻ പാടുപെടുകയായിരുന്നു വിജയൻ അപ്പോൾ. അവൾ താണ്ഡവം അവസാനിപ്പിച്ചത് എപ്പോഴാണെന്ന് അവൻ അറിഞ്ഞില്ല. അപ്പോൾ ആ മുറിക്കുള്ളിൽ കരിഞ്ഞ മുടിയുടെ ഗന്ധമുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഹേമലത എണീറ്റു. വസ്ത്രങ്ങൾ നേരെയാക്കി. ജനാലയിലൂടെ എത്തിയ കാറ്റ് അവൾക്ക് സ്തുതിഗീതങ്ങൾ പാടി. കാതുകൾക്കരിയിൽ മഞ്ഞിന്റെ തണുപ്പുള്ള ചുണ്ടുകൾ എന്തോ മന്ത്രമോതി. ഹേമലത ശബ്ദം കേൾപ്പിക്കാതെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. കട്ട പിടിച്ച ഇരുട്ടായിരുന്നിട്ടും അവൾ മുന്നോട്ട് നീങ്ങി. കാലുകൾ സൂക്ഷിച്ചു വെച്ച് തടികൊണ്ട് നിർമ്മിച്ച പടികൾ ചവിട്ടി 2ാം നിലയിലെത്തി. അവൾക്ക് മുന്നിൽ വാതിലിന്റെ കൊളുത്ത് തനിയെ തുറക്കപ്പെട്ടു. ഹേമലത അകത്തു കടന്നു. അടുത്ത ദിവസം രാവിലെ ആരോ ധൃതിയിൽ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് വിജയനും ഹേമലതയും ഉണർന്നത്. വിജയ! പുറത്തുനിന്നും ശത്രുഘ്നന്റെ ശബ്ദം. ഏട്ടൻ. വിജയന്റെ നെറ്റി ചുളിഞ്ഞു. ഇത് പതിവുള്ളതല്ലോ. അപ്പോ എന്തെങ്കിലും പ്രത്യേകതയുണ്ടാവണം. എണീക്ക് വിജയ! വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ധൃതി. നേരം ശരിക്ക് പുലർന്നിട്ടില്ലെന്ന് ജനാലയിലൂടെ അറിഞ്ഞു. പുറത്ത് ഇപ്പോഴും ഇരുളിന്റെ ശകലങ്ങൾ ബാക്കി നിൽപ്പുണ്ട്. തന്റെ ശരീരത്തിന് ഇടിച്ചു നുറുക്കിയ വേദന തോന്നിയിട്ടും വിജയൻ അത് വകവയ്ക്കാതെ വസ്ത്രം ശരിക്കുടുത്തു. അപ്പോഴേക്കും മുറിയിലെ ലൈറ്റ് തെളിച്ചിട്ട് ഹേമലത ചെന്ന് വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. വിജയ, മീരമോളെ കാണുന്നില്ല, ശത്രുഘ്നൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. എവിടെ പോകാനാവൾ? വിജയനും ഹേമലതയും ഒരേ സ്വരത്തിലാണ് തിരക്കിയത്. അറിയില്ല. ബാലേട്ടനും നന്ദിനിയടുത്തിയും ഉണർന്നു നോക്കിയപ്പോൾ കുട്ടിയില്ല. അരുൺ അവരോടൊപ്പം ഉണ്ടായിരുന്നു താനും. ഇതിലെ രസകരമായ വസ്തുത വാതിൽ അകത്തു നിന്നും അടച്ചിരിക്കുകയായിരുന്നു എന്നതാണ്. ഈശ്വര, മോൾ പിന്നെ എവിടെ പോവാനാ എന്ന് നിലവിളിച്ചുകൊണ്ട് ഹേമലതയും അന്വേഷണത്തിനിറങ്ങി. ആ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും അപ്പോൾ മീരയ്ക്ക് വേണ്ടി തറവാടിന്റെ ഓരോ മൂലയും അരിച്ചു വെറുക്കുകയായിരുന്നു. ഡോക്ടർ ബാലഗോപാലനും നന്ദിനിയും മകളെ കാണാതെ നിലവിളിക്കുകയാണ്. അടഞ്ഞു കിടന്നിരുന്ന മുറിക്കുള്ളിൽ നിന്നും അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിൽ നിന്ന് കുട്ടി എങ്ങോട്ട് പോകുവാനാണ്? നേരം പുലർന്നു. എന്നിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. കുട്ടിയെ കണ്ടുമില്ല. അന്വേഷണം തൊടികളിലേക്കും വ്യാപിപ്പിച്ചു. ഏതായാലും കനത്ത മതിൽക്കെട്ടിന് പുറത്തു പോയിട്ടില്ലെന്ന് ഉറപ്പ്. പിന്നെ കുളത്തിലും കിണറ്റിലുമൊക്കെ ഒരു വട്ടം നോക്കി, കണ്ടില്ല. വെയിലിന് ചൂടുകൂടി. മരണവീട് പോലെയായിരുന്നു നീരേറ്റുപുറം തറവാട്. സാധ്യതകൾ ഒന്നുമല്ലെങ്കിൽ കൂടി CI ശത്രുഘ്നൻ തന്റെ അധികാരം ഉപയോഗിച്ച് മീരമോളെ തരുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. ഉച്ചയോടുകൂടി വിജയനെയും ഹേമലതയെയും വിരുന്നിന് വിളിക്കാനെത്തിയ ഹേമലതയുടെ വീട്ടുകാരെ ഈ വാർത്തയാണ് എതിരേറ്റത്. മഹാദേവനും സൗദാമിനി അമ്മയും മറ്റും അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. വൈകിട്ട് ചടങ്ങു പ്രകാരം അവരെ ക്ഷണിച്ചിട്ട് ഹേമലതയുടെ വീട്ടുകാർ മടങ്ങി. എന്ത് സന്തോഷത്തോടെ പോന്നിരുന്ന ഒരു തറവാടായിരുന്നു അത്. ആദ്യമായി അവിടെ ദുരന്തത്തിന്റെ വിത്ത് മുളച്ചിരിക്കുന്നു. വിജയന്റെ മനസ്സിൽ തലേന്ന് രാത്രി തന്റെ കാതിൽ ആരോ പറഞ്ഞ ആ ശബ്ദം മുഴങ്ങുകയായിരുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. പക്ഷേ അവൻ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല, ഹേമലതയോട് പോലും. പറഞ്ഞാലും ആരും ഇതൊന്നും വിശ്വസിക്കില്ലെന്നും അവനറിയാം. തന്റെ തലയ്ക്ക് അസുഖമാണെന്നേ അവർ കരുതൂ. നേരം സന്ധ്യയായി. നീരേറ്റുപുറം തറവാട്ടിൽ അന്ന് തീ പുകഞ്ഞിട്ടില്ല. കൊച്ചുകുട്ടികൾക്ക് പോലും ഒന്നും കൊടുത്തില്ല. എല്ലാവരും തളർന്ന് ഓരോ ഭാഗങ്ങളിൽ ഇരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിൽ മീരമോൾ ഓടി വരുമെന്നായിരുന്നു ഏവരുടെയും പ്രതീക്ഷ. ഇനിയിപ്പോൾ അതുണ്ടാവില്ലെന്ന് ഓരോരുത്തരും വിശ്വസിക്കുന്നു. അന്ന് ഉമ്മർത്ത് നിലവിളക്ക് പോലും വച്ചില്ല. ഭദ്രൻകാരനവരുടെ കണ്ണുകൾ തോർന്നിട്ടില്ല. രാത്രി വളർന്നു. പ്രകൃതി നിശ്ചലമായി. മീര മാത്രം വന്നില്ല. പിറ്റേന്ന് പ്രഭാതം. മീരയെക്കുറിച്ച് യാതൊരു അറിവുമില്ല. 3-ാം ദിവസം. പശുക്കളുടെ കാര്യങ്ങൾ നോക്കുന്ന ഗോപാലനാണ് നിലവിളിച്ചുകൊണ്ട് ഓടി വന്നത്. എല്ലാവരും പൂമുഖത്തേക്ക് പാഞ്ഞെത്തി. എന്താ ഗോപാല? മീരക്കുഞ്ഞ്, ഒന്ന് പറയടാ വേഗം. കുളത്തിൽ. അത്രയുമേ കേട്ടുള്ളൂ. കുളക്കരയിലേക്ക് ഓടുകയായിരുന്നു എല്ലാവരും. അവിടെ കണ്ട കാഴ്ച ഏവരെയും നടുക്കുന്നതായിരുന്നു. മീരമോൾ. മോളെ! ഒരലർച്ചയോടെ ഹേമലത പിന്നോട്ട് മറിഞ്ഞു. നിലത്ത് വീഴും മുമ്പ് 2 കൈകൾ അവളെ താങ്ങി. വിജയൻ. കുളത്തിലേക്ക് എടുത്തു ചാടുവാൻ തുടങ്ങിയ ഡോക്ടർ ബാലഗോപാലിനെയും നന്ദിനിയെയും മറ്റുള്ളവർ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. വിട്, എന്നെ വിടാൻ! നന്ദിനി കുതറുകയാണ്. നീരേറ്റുപുറം തറവാട്ടിൽ നിന്ന് ഉയർന്ന കൂട്ട നിലവിളി കനത്ത മതിൽക്കെട്ടിനെയും കടന്ന് പുറത്തെത്തിയിരിക്കുന്നു. അടുത്തുള്ള വീട്ടുകാർ ഗേറ്റ് തള്ളി തുറന്ന് ഓടി വന്നു. ആ കാഴ്ച കണ്ട അവരും നടുങ്ങി നിന്നു. കൽപ്പടുവിനോട് ചേർന്ന് വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന മീരമോൾ. ജലം കുടിച്ച് വയർ വീർത്തിരിക്കുന്നു. ധരിച്ചിരിക്കുന്ന കുഞ്ഞുടുപ്പിനു മീതെ അവളുടെ ശരീരം വളർന്നിരിക്കുന്നു. ഭദ്രൻകാരനവർ കൽപ്പടവിൽ തളർന്നിരുന്നു.
വയ്യ, നെഞ്ചിടം പൊടിയുകയാണ്. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വൃദ്ധനായി തന്നെ ബാക്കി വെച്ചിട്ട് പിഞ്ചു കുഞ്ഞിനെ മരണം കൊണ്ടുപോയി. ഈശ്വര, ഇത് ആരു ചെയ്ത പാപത്തിന്റെ ഫലം? ഏത് ജന്മത്തിൽ ചെയ്ത പാപം? സി എ ശത്രുഘ്നൻ കുളത്തിലിറങ്ങി. മീരമോളുടെ ശരീരം കൈകളിൽ കോരിയെടുത്ത് കൽപ്പടവിൽ കിടത്തി. സംഭവം നടന്നത് തൻ്റെ വീട്ടിലാണെങ്കിലും നിയമത്തിൻ്റെ വഴിയെ കാര്യങ്ങൾ നീങ്ങട്ടെ. ഗ്രാമവാസികൾ മുഴുവൻ നീരേറ്റുപുറം തറവാട്ടിലേക്ക് ഒഴുകുകയായിരുന്നു. ശത്രുഘ്നൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു പറഞ്ഞു. അരമണിക്കൂറിനുള്ളിൽ പോലീസ് എത്തി. അവരുടെ കാര്യങ്ങൾ മുറ പോലെ നീങ്ങി. പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പറ്റില്ലല്ലോ. പോലീസ് സർജനെ അങ്ങോട്ട് വരുത്തി. എൻ്റെ കുഞ്ഞിനെ അറുത്ത് കീറല്ലേ? നന്ദിനി ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് യാചിച്ചു. അവരോട് പറ, അവളെ അറുത്ത് കീറല്ലേ എന്ന്. എൻ്റെ കുഞ്ഞിനോട് അത്രയുമെങ്കിലും കരുണ കാണിക്കാൻ പറ. കേട്ടു നിന്നവരുടെ എല്ലാം കണ്ണുകൾ നിറഞ്ഞുപോയി. ശത്രുഘ്ന, ഭദ്രൻകാരനവർ പതറിയ ശബ്ദത്തിൽ വിളിച്ചു. നീ കേൾക്കുന്നില്ലേ അവളെ നിലവിളി? അങ്ങനെയെങ്കിലും ഒരു ഔദാര്യം ചെയ്തു കൊടുക്കാൻ നിന്റെ പോലീസിന് കഴിയില്ലേ? ശത്രുഘ്നൻ ഒരു നിമിഷം മൗനമായി നിന്നു. അച്ഛാ, മുറിക്കുള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞിന്റെ ജഡം കുളത്തിൽ കാണപ്പെട്ടതിന് പിന്നിലെ കാര്യം അറിയണമെങ്കിൽ അതിന് പോസ്റ്റ്മോർട്ടം നടത്തിയേ മതിയാകൂ. ഭദ്രൻകാരനവർ ഞെട്ടലോടെ മകനെ തുറച്ചു നോക്കി. നീ പറഞ്ഞു വരുന്നത്? മീരമോൾ തനിയെ കുളത്തിലെത്തിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പുറത്ത് നന്ദിനിയുടെ അരികിലിരിക്കുന്ന ഹേമലതയുടെ കാതിൽ ഒരു കാറ്റിന്റെ മർമ്മരം. അവൾ കണ്ണുകൾ ശത്രുഘ്നയിലേക്ക് നീട്ടി. ഒന്നും അറിയാത്ത ഭാവത്തിൽ പിന്തിരിഞ്ഞിരിക്കുകയും ചെയ്തു. പക്ഷേ മനസ്സിനുള്ളിൽ ഒരു വന്യമൃഗം ചുരമാന്തുകയായിരുന്നു. ഭദ്രൻകാരനവർ പിന്നെ ശബ്ദിച്ചില്ല. മകൻ പറഞ്ഞതിൻ്റെ പൊരുൾ തേടുകയായിരുന്നു അയാൾ. മീരമോൾ കൊല്ലപ്പെട്ടതാണെങ്കിൽ ആരാണീ പാതകം ചെയ്തത്? അങ്ങനെ സംഭവിച്ചുവെങ്കിൽ മുറി അകത്തുനിന്നും അടഞ്ഞുകിടന്നിരുന്നത് എങ്ങനെ? അച്ഛനോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും ശത്രുഘ്നന്റെ ചിന്തയും ആ വഴിക്ക് തന്നെയാണ് നീങ്ങിയത്. ഏട്ടനും ഏട്ടത്തിക്കും മക്കളെന്ന് പറഞ്ഞ ജീവനാണ്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയതാണെന്നെങ്കിലും സംശയിക്കാമായിരുന്നു. വിജയൻ ഫോൺ ചെയ്ത് വിവരം അറിയിച്ചതിൽ പ്രകാരം ഉച്ചയായപ്പോഴേക്കും മഹാദേവനും സൗദാമിനിയമ്മയും അവിടെ എത്തിച്ചേർന്നു. അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം നടന്നു കഴിഞ്ഞിരുന്നു. വലിയൊരു ജനാവലിയുടെ അകമ്പടിയോടെ വൈകുന്നേരമായപ്പോഴേക്കും മീരമ്മളുടെ ശവശരീരം സംസ്കരിച്ചു. അപ്പോഴേക്കും മൃതദേഹത്തിൽ നിന്നും ദുർഗന്ധമുയരുവാൻ തുടങ്ങിയിരുന്നു. സന്ധ്യയോടെ മഹാദേവനും സൗദാമിനി അമ്മയും പോകാനൊരുങ്ങി. അവർ വിജയനോടും ഹേമലതയോടും മാത്രം യാത്ര പറഞ്ഞു. രാത്രി ഹേമലത ബാത്റൂമിലായിരുന്നു. വിജയൻ ചിന്താധീനനായി കിടക്കയിൽ മുകളിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു. മനസ്സിൽ സംശയത്തിന്റെ സർപ്പങ്ങൾ ഫണം വിടർത്തി ആടുകയാണ്. മീരമോളുടെ മരണം കൊലപാതകമാണെന്ന കാര്യത്തിൽ അവന് സംശയമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആരാണ് കൊന്നത്? അവളെ കാണാതായ അന്ന് രാത്രി തൻ്റെ കാതുകളിൽ വന്ന് വീണ അശരീരിയായിരുന്നു അവൻ്റെ മനസ്സു നിറയെ. അങ്ങനെ ചിന്തിച്ചു കിടക്കുമ്പോൾ എന്തോ മുഖത്തുകൂടി ഇഴഞ്ഞതുപോലെ തോന്നി. ഒരു ഉറുമ്പിനെ പോലെ അവൻ കൈകൊണ്ട് തടവി നോക്കി. നഖത്തിൽ എന്തോ കുരുങ്ങി. ഒരു നീണ്ട തലമുടി. ഹേമലതയുടെ മുടിയാകുമെന്നവൻ കരുതി. ഫാനിന്റെ കാറ്റിൽ ഇളകി പറന്നു വന്നതായിരിക്കണം. അപ്പോൾ പെട്ടെന്ന് അവിടെ കരിഞ്ഞ മുടിയുടെ ഗന്ധം പരന്നു. തൻ്റെ കയ്യിൽ തടഞ്ഞ മുടിയിലേക്ക് അവൻ ശ്രദ്ധിച്ചു. എരിഞ്ഞു പോകും പോലെ ആ മുടി അപ്രത്യക്ഷമായി. ആ നേരത്താണ് കാതുകളിൽ പഴയ അശരീരി കേട്ടത്. എങ്ങനെയുണ്ടായിരുന്നു വിജയ തുടക്കം? ഇനിയും പ്രതീക്ഷിച്ചിരുന്നു? ഓരോരുത്തരെയായി ഞാൻ എൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകും. വിജയൻ കിടുങ്ങി വിറച്ചു. തൻ്റെ അരികിൽ ആരോ ഉണ്ടെന്ന് തോന്നിയ അവൻ ചുറ്റും കൈവീശി അടിച്ചു. പക്ഷേ ഒന്നിലും സ്പർശിച്ചില്ല. ഈ രംഗം കണ്ടുകൊണ്ടാണ് ബാത്റൂമിൽ നിന്നും ഹേമലത ഇറങ്ങി വന്നത്. അവൾ ചുളിഞ്ഞ നെറ്റിയോടെ ഭർത്താവിനെ നോക്കി. ഈ മനുഷ്യന്റെ തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടോ എന്ന് അവൾ സംശയിച്ചെങ്കിലും ഒന്നും ചോദിച്ചില്ല. വിജയൻ ഒന്നും പറഞ്ഞതുമില്ല. ഈ സമയം സർക്കിൾ ഇൻസ്പെക്ടർ ശത്രുഘ്നൻ പോലീസ് സർജന്റെ അരികിലായിരുന്നു. മീരമോളുടെ മരണം ഒരു കൊലപാതകമാണെന്ന് സംശയിക്കാൻ തക്ക വിധത്തിൽ യാതൊന്നും കാണുന്നില്ല എന്നതായിരുന്നു ഡോക്ടർ ബെഞ്ചമിന്റെ അഭിപ്രായം. കുട്ടിയെ മരിച്ചത് വെള്ളം കുടിച്ച് തന്നെയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ നേരത്തോട് നേരം കഴിയുമ്പോൾ ശവം ജലപ്പരപ്പിന് മുകളിൽ എത്തേണ്ടതല്ലേ ഡോക്ടർ? ശരിയാണ്. കുളത്തിനടിയിൽ എന്തെങ്കിലും വള്ളികളോ ചെടിയോ മറ്റോ ഉണ്ടെങ്കിൽ അത് കുരുങ്ങി ശവം ഉയർന്നു വരാതിരിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ചിന്താഭാരത്തോടെ ബെഞ്ചമിൻ തലകുലുക്കി. കുറേ നേരം കൂടി സംസാരിച്ചിരുന്ന ശേഷം യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. നീരേറ്റുപുറം തറവാട് പഴയ രൂപത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു.
മീരമോളുടെ മരണം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും മോഹിനിയും ഡോക്ടർ ബാലഗോപാലനും മാത്രം ഇനിയും മോചിതരായിട്ടില്ല. മീരമോളുടെ ഒരു ഫോട്ടോ വരപ്പിച്ച് ഭിത്തിയിൽ വെച്ച് നന്ദിനി ഇടയ്ക്കിടെ അതിൽ നോക്കി കണ്ണീർ വാർക്കും. കുട്ടികൾക്ക് പഴയ കളികളൊന്നുമില്ല. എങ്കിലും എല്ലാവരും ആ ദുരന്തം മറക്കാൻ ശ്രമിക്കുകയാണ്. അന്നൊരിക്കൽ വിജയൻ ഹേമലതയെ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഇനിയും നിന്റെ വീട്ടിലേക്ക് പോകാതിരിക്കുന്നത് ശരിയല്ല. നാളെ തന്നെ പോകണം. അധിക ദിവസം തങ്ങാതെ മടങ്ങിപ്പോരുകയും വേണം. അവൾക്കും സന്തോഷം തോന്നി. ഇവിടുത്തെ ഈ അന്തരീക്ഷം അവളെ വീർപ്പ് മുട്ടിക്കുകയായിരുന്നു. ഈ കനത്ത മതിൽക്കെട്ടിനുള്ളിൽ നിന്നും ഒന്ന് പുറത്തിറങ്ങി അവിടുത്തെ വായു ശ്വസിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് സായാഹ്നത്തിൽ പിന്നിലെ വാതിലിലൂടെ അവൾ പുറത്തെത്തി. പടിഞ്ഞാറ് ഭാഗത്തെ കുളക്കടവിൽ ചെന്ന് വെള്ളത്തിലേക്ക് നോക്കിയിരുന്നു. ജലത്തിനുള്ളിൽ മീരമോളുടെ പുഞ്ചിരിക്കുന്ന മുഖം കാണുന്നത് പോലെ ചിരിച്ചുല്ലസിച്ചുകൊണ്ട് അവൾ ചോദിക്കുന്നു, എന്തിനാ എന്നെ കൊന്നത്? ഹേമലത ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. അവൾ ഓടി തളർന്ന് മാതിരി കിതയ്ക്കുന്നുണ്ടായിരുന്നു. ശരീരം വിയർപ്പിൽ കുളിച്ചു. താനെന്താ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതെന്ന് അവൾ സംശയിച്ചു. ഹേമലത തെക്കോട്ട് നടന്നു. തൊടിയിലൂടെ വീശിയെത്തിയ കാറ്റ് അവൾക്കൊരു സാന്ത്വനമായി. നടന്നവൾ എത്തിയത് തൊഴുത്തിനരികിലാണ്. ഗോപാലൻ അവളെ നോക്കി ചിരിച്ചു. അവളുടെ കണ്ണുകൾ പക്ഷേ തറഞ്ഞു നിന്നത് അവിടുത്തെ അടുപ്പിലായിരുന്നു. തീ അണഞ്ഞിരിക്കുന്ന അടുപ്പിൽ കാറ്റുകൊണ്ട് ചാരം ഇളകി പറന്നു. അതിനിടയിൽ അവൾ ഒരു മുഖം കണ്ടു. ശിരസിൽ നിന്നും ചോര വാർന്നൊലിക്കുന്ന ഒരു മുഖം. മുറ്റത്ത് ഒരു കാർ വന്ന് നിന്നപ്പോൾ ആദ്യം വാതിൽ വന്ന് എത്തി നോക്കിയത് സൗദാമിനി അമ്മയാണ്. മകളും മരുമകനും അതിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടപ്പോൾ അവർക്ക് അതിരറ്റ ആഹ്ലാദം തോന്നി. അപ്പോഴേക്കും വാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു മഹാദേവനും. വിജയനും മഹാദേവനും അവരെ നോക്കി ചിരിച്ചു. കാത്തിരുന്ന് ഞങ്ങളുടെ കണ്ണുകൾക്ക് വേദന എടുക്കുന്നു. മഹാദേവൻ മരുമകന്റെ കരം കവർന്നു. വീട്ടിൽ ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരുന്നുവെങ്കിൽ ഞങ്ങൾ നേരത്തെ എത്തിയേനെ. എനിക്കറിയാം മോനെ. വൈ മീരമോൾ രാത്രിയിൽ ആ കുളത്തിനടുത്തേക്ക് പോകാൻ എന്തെങ്കിലും കാരണം? അതേക്കുറിച്ച് എന്തെങ്കിലും വിവരം? നിഷേധഭാവത്തിൽ അവൻ തലയനക്കി. അതുമാത്രം വിചിത്രമായി, ദുരൂഹതയായി അവശേഷിക്കുകയാണ്. ആ, അത് പോകട്ടെ. നിങ്ങളെന്താ വരുന്ന വിവരത്തിന് ഒന്ന് ഫോൺ ചെയ്യുക പോലും ചെയ്യാതിരുന്നത്? വിജയൻ ചിരിച്ചു. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഹേമലത അമ്മയോടൊപ്പം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. മകൾ ഉല്ലാസവതിയാണെന്ന് കണ്ടപ്പോൾ സൗദാമിനി അമ്മയുടെ മനം നിറഞ്ഞു. കല്യാണത്തിന്റെ തലേന്ന് രാത്രിയിൽ ഉണ്ടായ ആ സംഭവം അവൾ മറന്നിരിക്കുന്നു. അല്ലെങ്കിലും സ്ത്രീകളുടെ കാര്യം ഇത്രയേ ഉള്ളൂ. ഭർത്താവും കുടുംബവും ഒക്കെ ആയി കഴിയുമ്പോൾ പഴയ കാര്യങ്ങൾ പലതും മറക്കേണ്ടി വരും. ഓർത്തിരിക്കുന്നവരാണെങ്കിൽ പല സ്ത്രീകൾക്കും അതിനല്ലേ നേരം കാണൂ. വിവാഹത്തിന്റെ തലേനാളും കാമുകനോടൊത്ത് കഴിഞ്ഞിട്ടുള്ളവരുണ്ട്. പക്ഷേ കഴുത്തിൽ താലിമാല വീണ് കഴിയുമ്പോൾ പുതിയൊരു ബന്ധം തുടങ്ങുകയാണ്. അപ്പോൾ മറക്കേണ്ടത് മറന്നേ പറ്റൂ. വിവാഹശേഷവും പഴയ ബന്ധങ്ങൾ തുടരുന്നവർക്കാണ് ഭാവി മരുഭൂമിയായി തീരുന്നത്. 4 ദിവസങ്ങൾ അവിടെ തങ്ങിയതിനു ശേഷമാണ് വിജയനും ഹേമലതയും മടങ്ങിയത്. അതിനിടെ ചില ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ബന്ധുക്കളുടെ ഭവനങ്ങൾ മാത്രം അവർ സന്ദർശിച്ചു. മുഖ്യമന്ത്രി ജയദേവന്റെ വീട്ടിലും മറ്റും. ആ ദിവസങ്ങൾ വിജയനും ഹേമലതയും വലിയ സന്തോഷത്തിലായിരുന്നു. അവരെ അസ്വസ്ഥരാക്കുവാൻ കരിഞ്ഞ മുടിയുടെ ഗന്ധമുള്ള ആ കാറ്റ് വന്നില്ല. വിജയന് ആശ്വാസമായിരുന്നു. ഇപ്പോഴാണ് ശരിക്കുള്ള മധുവിധു. കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ വേട്ടയാടിയ ആശങ്കകളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നുവെന്ന് അവന് തോന്നി. ഒക്കെ സംശയങ്ങളായിരുന്നു, മനസ്സിന്റെ ഭീതിയും. പക്ഷേ വരാൻ പോകുന്ന മഹാദുരന്തത്തിന്റെ മുന്നോടിയായുള്ള കനത്ത ശാന്തതയാണ് അതെന്ന് ഇരുവരും അറിഞ്ഞില്ല. എന്നാൽ തിരികെ നീരേറ്റുപുറം തറവാടിന്റെ ഗേറ്റ് കടന്നതും ഹേമലതയുടെ മനസ്സിൽ അസ്വസ്ഥത ചിറകുവിരിക്കുകയായിരുന്നു. അറിയാതെ അവളുടെ കണ്ണുകൾ ഇലഞ്ഞി മരത്തിലേക്ക് നീണ്ടു ചെന്നു. അതിന്റെ തെക്കോട്ടുള്ള ശിഖരമൊന്നിളകി. തറവാട്ടിലേക്ക് കാൽകുത്തിയ നിമിഷം തന്നെ കുട്ടികൾ ഓടി അവരുടെ അരികിലെത്തി. തങ്ങളിൽ ഒരാൾ നഷ്ടമായതിന്റെ വിഷമമൊക്കെ അവരുടെ മനസ്സിൽ നിന്നും പോയി മറിഞ്ഞിരിക്കുന്നു. ആ രാത്രി വിജയനെ പേടിപ്പെടുത്തുന്ന ആ ശബ്ദം കാതുകളിലെത്തി. തെക്കുഭാഗത്ത് മറ്റൊരു ശവക്കുഴി ഉണ്ടാക്കാനുള്ള സമയമായിരിക്കുന്നു. വിജയൻ തൻ്റെ ചുറ്റും പകച്ചു നോക്കി. തന്നെ പേടിപ്പെടുത്തുന്ന ഈ ശബ്ദം, ഇതൊക്കെ തൻ്റെ തോന്നൽ മാത്രമായിരിക്കുമോ? തൻ്റെ ഓർമ്മയിൽ ഒരിക്കലും മറക്കാനാവാത്ത ആ സംഭവം നിൽക്കുന്നതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിലും പ്രത്യേകതകളൊന്നും ഉണ്ടായില്ല. വിജയനും ഹേമലതയും വിജയന്റെ തൊട്ടടുത്ത ബന്ധുവീടുകളിലൊക്കെ പോയി. അങ്ങനെ ഇരിക്കെ ഒരു വെള്ളിയാഴ്ച ഉച്ച സമയം രാഘവനും ശാർങ്ങധരനും
പരശുരാമും പാടത്തു നിന്നും മടങ്ങി വന്ന് ആഹാരം കഴിഞ്ഞ് ഉച്ചയുറക്കത്തിലാണ്. ഹേമലതയും തന്റെ മുറിയിലായിരുന്നു. 2 ദിവസമായി വിജയനും ജോലിക്ക് പോയി തുടങ്ങുകയായിരുന്നു. പ്രഭാകരനും വാസുദേവനും ബാലഗോപാലനും ശത്രുഘ്നുമൊക്കെ പതിവ് പോലെ രാവിലെ തന്നെ പോയതാണ്. ഭദ്രം കാരണവരും വിജയലക്ഷ്മിയമ്മയും കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഉച്ചയോടുകൂടി പോയി. ദീപാരാധന കഴിഞ്ഞ് അവർ മടങ്ങി വരൂ. 10-17 കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം. ഈ ഉത്സവ ദിവസമാണ് പ്രായമുള്ള ആൾക്കാർ ഒത്തുചേരുക. കൂട്ടത്തിൽ എല്ലാവരും ആദരിക്കുന്നയാൾ ഭദ്രം കാരണവർ തന്നെ. ഹേമലതയും പാതി ഉറക്കത്തിലായിരുന്നു. പെട്ടെന്ന് തന്റെ പേര് ചൊല്ലി ആരോ വിളിക്കുന്നത് പോലെ തോന്നിയ അവൾ കണ്ണുകൾ തുറന്നു. മുന്നിൽ ഒരു മുഖം, താൻ കണ്ടിട്ടുള്ള മുഖം. ആ ചുണ്ടുകൾ ചലിക്കുന്നു. എല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നത് പോലെ അവൾ തലകുലുക്കി. പിന്നെ എണീറ്റ് പിൻഭാഗത്തു കൂടി പുറത്തു കടന്നു. വെയിലിന് നല്ല ചൂടുണ്ട്. തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അവൾ നോക്കി. ഇല്ല. പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കർപ്പൂരമാവിന്റെ ചുവട്ടിൽ ആനന്ദ് ഒരു നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വായിക്കുമ്പോൾ മറ്റു കുട്ടികളൊന്നും അവനെ ശല്യപ്പെടുത്താറില്ല. അങ്ങനെ ചെയ്താൽ അവൻ നല്ല അടി കൊടുക്കുമെന്ന് അവർക്കറിയാം. ആനന്ദിന് ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു. ആരെയോ പോലീസ് മർദ്ദിച്ചു എന്ന് പറഞ്ഞ് സമരമായിരുന്നു. ഹേമലതയുടെ കണ്ണുകൾ അവനിൽ പതിഞ്ഞു. 10ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും അവനെ കണ്ടാൽ അതിലേറെ വളർച്ച തോന്നും. ഹേമലതയുടെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. നാവു നീട്ടി അവൾ ചുണ്ടുകൾ തുടച്ചു. വായനയിൽ ലയിച്ചിരിക്കുന്ന അവൾ അടുത്തെത്തിയതുപോലും അറിഞ്ഞില്ല. ആനന്ദ്, പതിഞ്ഞ ശബ്ദത്തിൽ അവൾ വിളിച്ചു. അവൻ ഞെട്ടി തലയുയർത്തി. മുന്നിൽ അവളെ കണ്ടപ്പോൾ ആ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി വിടർന്നു. കുഞ്ഞമ്മ വന്നത് ഞാൻ അറിഞ്ഞില്ല. നീ വാ. എങ്ങോട്ടാണെന്ന് അവൻ ചോദിച്ചില്ല. അവളുടെ പിന്നാലെ ഒരു മാന്ത്രിക വലയത്തിൽ അകപ്പെട്ടതുപോലെ നടന്നു. തൊടികളിലൂടെ മുന്നോട്ട്. ഏതാണ്ട് 10 മിനിറ്റോളം അവർ നടന്നു. അപ്പോഴാണ് തറവാടിന് പിന്നിലെ മതിൽക്കെട്ടിനടുത്തെത്തിയത്. ആ ഭാഗത്ത് ചേനയും കാച്ചിലുമൊക്കെ സമൃദ്ധിയോടെ ഉയർന്നു നിൽക്കുകയായിരുന്നു. തഴച്ചു വളർന്ന കാച്ചിൽ വള്ളികൾ തൊട്ടരികിൽ നിന്നിരുന്ന ഒരു ചെറിയ വൃക്ഷത്തിൽ കയറി ചുറ്റിപ്പിണഞ്ഞ് താഴേക്ക് കിടക്കുന്നു. ഇത്തിരി അകലെ നിന്ന് നോക്കിയാൽ അതൊരു വൃക്ഷമാണെന്നേ തോന്നുകയില്ല. കാച്ചിൽ വള്ളികളുടെ ഒരു കൂനയാണെന്ന് തോന്നും. നല്ല തണുപ്പുണ്ട് ഇവിടെ. നമുക്ക് ഇവിടെ ഇരിക്കാം. കാച്ചിൽ വള്ളികൾ വകഞ്ഞു മാറ്റി വൃക്ഷച്ചോട്ടിലേക്ക് കയറുന്നതിനിടയിൽ ഹേമലത പറഞ്ഞു. മറുപടി പറയാതെ ആനന്ദും ഒപ്പം കയറി. അവൾ പറഞ്ഞത് ശരിയായിരുന്നു. വല്ലാത്തൊരു കുളിർമയുണ്ടായിരുന്നു അവിടെ. മാത്രമല്ല, അതിനുള്ളിൽ അവർ ഇരിക്കുന്നത് തൊട്ടടുത്തുകൂടി പോകുന്നവർക്ക് പോലും കാണാൻ കഴിയുമായിരുന്നില്ല. ആനന്ദാണെങ്കിൽ ആദ്യമായാണ് ഇവിടേക്ക് വരുന്നത് തന്നെ. ഹേമലത ആനന്ദിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ നിഷ്കളങ്ക ഭാവത്തിൽ തിരക്കി. നമ്മൾ എന്തിനാ കുഞ്ഞമ്മേ ഇതിനുള്ളിൽ വന്നിരിക്കുന്നത്? ആരും കാണാതിരിക്കാൻ. കണ്ടാലെന്താ? കാണരുതാത്ത കാര്യമാ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവനൊന്നും പിടികിട്ടിയില്ല. അപ്പോൾ അവൾ തൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുകയായിരുന്നു. ആനന്ദ് കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. 5:30 ആയപ്പോൾ വിജയന്റെ കാർ നീരേറ്റുപുറം തറവാട്ടുമുറ്റത്തെത്തി. അവൻ വന്നത് ഹേമലത അറിഞ്ഞില്ല. മുറിക്കുള്ളിൽ നല്ല ഉറക്കമായിരുന്നു അവൾ. അവൻ വന്ന് തട്ടി വിളിച്ചപ്പോൾ മാത്രമാണ് അവൾ കണ്ണുകൾ തുറന്നത്. തൊട്ടു മുന്നിൽ ഭർത്താവിനെ കണ്ടപ്പോൾ അവൾ ചാടി എണീറ്റു. സോറി വിജയേട്ടാ, ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. അവൻ ചിരിച്ചു. പിന്നെ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാതുകളിൽ തിരക്കി. പകലിങ്ങനെ കിടന്നുറങ്ങിയിട്ട് രാത്രിയിൽ എന്നെ ഉറക്കാതിരിക്കാനാണോ? ശോ, അവൾ നാണിച്ചു പോയി. അവൻ ഗൗരവത്തിൽ അറിയിച്ചു. ദേ, പിന്നൊരു കാര്യം. ഈ തറവാട്ടിൽ സ്ത്രീകൾ പകലുറങ്ങുന്നത് നടപ്പില്ല കേട്ടോ. അച്ഛനോ അമ്മയോ അറിഞ്ഞ കുശാലായി. മോഹിനിയടുത്ത് കഴിഞ്ഞ ദിവസം ഉറങ്ങുന്നത് ഞാൻ കണ്ടല്ലോ. ശരിയായിരിക്കും, ഞാൻ കാര്യം പറഞ്ഞതാ. താൻ ഉറങ്ങിക്കോ, പക്ഷേ പിടി കൊടുക്കരുത്, അത് ഞാൻ ഏറ്റു. വിജയൻ വേഷം മാറി. ഇരുവരും ഡൈനിങ് റൂമിലേക്ക് ചെന്ന് ഹേമലത ഭർത്താവിന് ചായയും പലഹാരങ്ങളും എടുത്തു വെച്ചു. ഈ ചെറുക്കിനത് എവിടെ പോയിരിക്കുക എന്ന് പെറുപുറത്തുകൊണ്ട് പങ്കജം അങ്ങോട്ട് വന്നു. ആരാ ഏട്ടത്തി? ഹേമലത ചോദിച്ചു. ആനന്ദ്. ഈയിടെ പഠിത്തത്തിൽ അവൻ ഉഴപ്പാ. അമ്പലപ്പറമ്പിൽ ക്രിക്കറ്റ് കളിക്കാൻ പോയതായിരിക്കും അവൻ. രാഘവണ്ണനോട് പറഞ്ഞ ചെറുക്കനോട് ദേഷ്യത്തിൽ ഒന്നും പറയില്ല. ഇന്ന് പിന്നെ അച്ഛനും എവിടെ ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ കളി ഇത്തിരി കൂടും. പിള്ളാരല്ലേ ഏട്ടത്തി, ഈ പ്രായത്തിൽ കളിക്കേണ്ട സമയമല്ലേ? വിജയൻ ചിരിച്ചു. അനിയനും അങ്ങനെ തന്നെ പറഞ്ഞു. ഈ വർഷം ഒരു ഡിസ്റ്റിങ്ഷനെങ്കിലും വാങ്ങിയില്ലെങ്കിൽ അവനെ എന്നാത്തിന് വിടും? അതൊക്കെ അവൻ വാങ്ങുമെന്നേ. അതിനിപ്പോഴേ ശ്രമിച്ചല്ലേ പറ്റൂ. ഏതായാലും അവൻ്റെ അച്ഛനെ പോലെ ഇനി പാടത്തും പറമ്പിലുമായി കഴിയാൻ ഒക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഏട്ടത്തി നടന്നുപോയി.
പക്ഷെ സന്ധ്യയായിട്ടും ആനന്ദ് മടങ്ങി വന്നില്ല. നീ പോയി അവനെ വിളിച്ചോണ്ട് വാടാ എന്ന് പറഞ്ഞ് പരശുരാമിന്റെ മകൻ സത്യനെ പങ്കജം അമ്പലപ്പറമ്പിലേക്ക് അയച്ചു. സത്യൻ 8ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. രാഘവൻ പറമ്പിൽ നിന്നും മടങ്ങി വന്ന് കുളി കഴിഞ്ഞ ഉടനെ പങ്കജം അടുത്തെത്തി. ദേ, കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ല, ഞാൻ പറഞ്ഞേക്കാം. എന്താണെന്ന് വെച്ചാൽ ഒന്ന് തെളിച്ചു പറയടി. രാഘവൻ ഭാര്യയെ നോക്കി. ആനന്ദിന്റെ കാര്യം തന്നെ. ക്രിക്കറ്റ് കളിക്കാൻ പോയ അവൻ ഇതുവരെ തിരിച്ചു വന്നില്ല. ഞാനിപ്പോ സത്യനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ കാര്യം. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ മേലാത്തത്. നിങ്ങൾ ഒരുത്തനാ അവൻ ഇത്രയും വഷളാക്കുന്നത്. രാഘവൻ ചിരിക്കുകയായിരുന്നു. കോപം കടിച്ചമർത്തി പങ്കജം മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ സത്യൻ മാത്രം മടങ്ങി വന്നു. ആനന്ദണ്ണൻ അവിടെ കളിക്കാൻ ചെന്നില്ലെന്ന്. ഏ? പങ്കജം ഓടി ഭർത്താവിന്റെ അടുത്തെത്തി. കേട്ടോ, ആനന്ദ് അവിടെ ചെന്നിട്ടില്ല. നേരം സന്ധ്യ മയങ്ങുകയാണ്. അവൻ പിന്നെ എവിടെ പോവാനാ എന്ന് പറഞ്ഞെങ്കിലും രാഘവനും സംശയം തോന്നി. കളിക്കാൻ പോയിരുന്നെങ്കിൽ കൂടി അവൻ ഒരിക്കലും ഇത്രയും വൈകാറില്ലല്ലോ. നിമിഷങ്ങൾക്കുള്ളിൽ നീരേറ്റുപുറം തറവാട്ടിലുള്ളവർ ആനന്ദിനെ കാണാനില്ലെന്നുള്ള വാർത്തയറിഞ്ഞ് അന്വേഷണം തുടങ്ങി. അണ്ണൻ മാവിന്റെ ചോട്ടിലിരുന്ന് വായിക്കുകയായിരുന്നു. മറ്റുള്ള കുട്ടികളിൽ നിന്നും അങ്ങനെ ഒരു വിവരമാണ് മുതിർന്നവർക്ക് കിട്ടിയത്. മീരയുടെ അനുഭവം മനസ്സിലുണ്ടായിരുന്നതിനാൽ എല്ലാവർക്കും ഭയമായിരുന്നു. ആനന്ദ്, ആനന്ദ്! ഓരോരുത്തരും അവനെ വിളിച്ച് അന്വേഷണം തുടങ്ങി. ടോർച്ചുമായി വിജയൻ ഇറങ്ങിയതിന് പിന്നാലെ ഹേമലതയും ചെന്നു. അവളും ആനന്ദിന്റെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ടായിരുന്നു. രാഘവനും ശാർങ്ങധരനും പരശുറാമും ടോർച്ചുമായി തൊടി മുഴുവൻ അരിച്ചു വെറുക്കുകയായിരുന്നു. മോഹിനി ശത്രുഘ്നനെ ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു. ശത്രുഘ്നൻ ബാലഗോപാലിനെയും പ്രഭാകരനെയും വാസുദേവനെയും വിളിച്ചു. 1 മണിക്കൂറിൽ എല്ലാവരും സ്ഥലത്തെത്തുമ്പോഴും ആനന്ദിനെ തിരയുകയായിരുന്നു. തിരച്ചിലിൽ അവരും ചേർന്നു. 8 മണിയായപ്പോൾ ഭദ്രംകാരനവരും വിജയലക്ഷ്മി അമ്മയും മടങ്ങിയെത്തി. ഈ നടുക്കുന്ന വാർത്തയാണ് അവരെയും എതിരേറ്റത്. എൻ്റെ ഭഗവാനെ! നിലവിളി പോലെയായിരുന്നു ഭദ്രംകാരനവരുടെ ശബ്ദം. എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി? തൊടിയിലൂടെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഓരോ ഇഞ്ച് സ്ഥലവും പരിശോധിച്ച് മുന്നോട്ട് നീങ്ങിയ ശാർങ്ങധരൻ ചേനയും കാച്ചിലുമൊക്കെ തഴച്ചു വളർന്നു നിൽക്കുന്ന ആ ഭാഗത്തെത്തിയപ്പോൾ ഏതാണ്ട് അർദ്ധരാത്രിയായിരുന്നു. ഒരറിവും അന്വേഷണത്തിൽ ബാക്കി വയ്ക്കാതിരിക്കാനാണ് കാച്ചിൽ കയറി പടർന്നു കിടക്കുന്ന വൃക്ഷച്ചുവട്ടിലേക്ക് ടോർച്ച് തെളിച്ചു നോക്കിയത്. ആ ക്ഷണം ഒറ്റ അലർച്ചയായിരുന്നു ശാർങ്ങധരൻ. നീരേറ്റുപുറം തറവാട് വളപ്പ് മുഴുവൻ ആ അലർച്ച മുഴങ്ങി. ആനന്ദിന്റെ ശവസംസ്കാരവും കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോയിരിക്കുന്നു. നീരേറ്റുപുറം തറവാട്ടിൽ മൗനത്തിന്റെ കനത്ത വലയം വന്ന് വീണിരിക്കുന്നു. ആർക്കും ആരോടും പറയുവാൻ ഒന്നുമില്ല. എല്ലാവരിലും ഒരുതരം മരവിപ്പാണ്. മരണം ഏതു നിമിഷവും ആരെയും പിടികൂടിയേക്കാം എന്ന തോന്നൽ. എന്തോ ആരോ ചെയ്ത പാപത്തിന്റെ ഫലം പോലെ തറവാട്ടിലെ കുട്ടികളെ മാത്രം മരണം ഇങ്ങനെ മാടി വിളിക്കുവാൻ എന്താണ് കാരണം? അതാണ് ആർക്കും അറിയാത്തത്. ആനന്ദിന്റെ മൃതദേഹം കാണാനെത്തിയ ഗ്രാമവാസികൾ മുഴുവൻ പൊട്ടിക്കരയുകയായിരുന്നു. അവൻ പഠിച്ച സ്കൂളിൽ നിന്നും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ശവസംസ്കാരത്തിൽ പങ്കുകൊണ്ടിരുന്നു. എല്ലാവർക്കും ആനന്ദിനെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. മകന്റെ മൃതദേഹം കണ്ട ക്ഷണത്തിൽ ബോധമറ്റു വീണതാണ് പങ്കജം. ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ശവസംസ്കാരം നടന്നതൊന്നും അറിഞ്ഞിട്ടുമില്ല. ശാലുമോളും അമ്മയുടെ അരികിൽ തന്നെ കിടക്കുകയാണ്. അണ്ണന്റെ മരണം അവൾക്കും താങ്ങാനാവുന്നില്ല. പെങ്ങളെ ജീവനായിരുന്നു ആനന്ദിന്. അവൾക്കും അങ്ങനെ തന്നെ. രാഘവൻ ജനാലയ്ക്കിൽ ഒരു കസേര വലിച്ചിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. കണ്ണുകൾ ആകാശക്കോണുകളിൽ എവിടെയോ തറഞ്ഞു നിൽക്കുന്നു. എന്നാലും തൻ്റെ പൊന്നുമോനോട് ഈ ക്രൂരത കാട്ടുവാൻ ആർക്കാണ് കഴിഞ്ഞത്? ആ രാത്രിയിൽ ആനന്ദിന്റെ ശവശരീരം കണ്ട മാത്രയിൽ തന്നെ ഒരലർച്ചയോടെ ബോധമറ്റ് വീണു പോയിരുന്നു ശാർങ്ങധരൻ. അലർച്ച കേട്ട് ഓടിയെത്തിയവരാണ് മൃതദേഹം കണ്ട് കിടുങ്ങിപ്പോയത്. അത്രയ്ക്ക് ഭീമത്സമായിരുന്നു. ആനന്ദാണ് അതെന്ന് പറയുക പ്രയാസമായിരുന്നു. പരിപൂർണ നഗ്നനായി ചോരയിൽ കുളിച്ച്. എന്താണുണ്ടായതെന്ന് ആർക്കും മനസ്സിലായില്ല. വല്ല പെരുമ്പാമ്പ് പിടിക്കുകയോ മറ്റോ ചെയ്തതായിരിക്കുമെന്നായിരുന്നു ആദ്യത്തെ സംശയം. പണ്ടൊക്കെ ഈ തറവാട്ട് വളപ്പിൽ പെരുമ്പാമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒന്നിനെ കണ്ടിട്ടുമില്ല. എന്നാൽ സർക്കിൾ ഇൻസ്പെക്ടർ ശത്രുഘ്നന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ഇതൊരു ക്രൂരമായ കൊലപാതകമാണെന്ന്. ആരോ ബലാത്സംഗം ചെയ്ത് കൊന്നതാണെന്ന് ശത്രുഘ്നൻ സംശയിച്ചു. എങ്കിലും അയാൾ തന്റെ സംശയം ആരോടും പറഞ്ഞിരുന്നില്ല. രാത്രി നീരേറ്റുപുറം തറവാട്ടിനുള്ളിൽ ഫോൺ ശബ്ദിച്ചു. പക്ഷേ ആരും അറ്റൻഡ് ചെയ്തില്ല.
ശത്രുഘ്നൻ വേഗം ചെന്ന് റിസീവർ എടുത്തു. പ്രതീക്ഷിച്ചതുപോലെ അത് അയാൾക്കുള്ള കോളായിരുന്നു. അപ്പുറത്ത് ഡോക്ടർ ബെഞ്ചമിൻ ആയിരുന്നു. 2 മിനിറ്റോളം നേരത്തെ സംസാരം. റിസീവർ വയ്ക്കുമ്പോൾ ശത്രുഘ്നന്റെ ശരീരം വിയർപ്പിൽ കുളിച്ചു കഴിഞ്ഞിരുന്നു. തളർന്ന അവശനായതുപോലെ അയാൾ തന്റെ കിടപ്പുമുറിയിലെത്തി. ഒരു സിഗരറ്റ് ചുണ്ടിൽ വെച്ച് തീ കൊളുത്തി. ആരായിരുന്നു വിളിച്ചത്? മോഹിനി തിരക്കി. 2 കവിൾ പുക ഊതി പറത്തിയിട്ട് സാവധാനമാണ് ശത്രുഘ്നൻ പറഞ്ഞത്. ഡോക്ടർ ബെഞ്ചമിൻ. അദ്ദേഹം എന്തു പറഞ്ഞു? ആനന്ദിനെ കൊന്നതാണെന്ന്. എൻ്റെ ദൈവമേ, നിലവിളിച്ചു പോയി മോഹിനി. ആരാണവനെ? പതുക്കെ, മറ്റാരും കേൾക്കണ്ട. ആരോ ബലാത്സംഗം ചെയ്താണ് അവനെ കൊന്നത്. മോഹിനിക്ക് തൻ്റെ നെഞ്ചിരിപ്പ് നിലച്ചു പോകുന്നത് പോലെ തോന്നി. ചിലപ്പോൾ പത്രത്തിലും മറ്റും ഇത്തരം സംഭവങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആരിത് ചെയ്യാൻ? മതിൽക്കെട്ടിനുള്ളിലേക്ക് ആര് വരാൻ? അപ്പോൾ ശത്രുഘ്നൻ ചിന്തിച്ചു കൊണ്ടിരുന്നതും അത് തന്നെയായിരുന്നു. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവം. ആനന്ദിനെ ഇത്തരത്തിൽ കൊല്ലുവാൻ ആരാണ് ഈ തറവാട്ടിനുള്ളിലുള്ളത്? വേലക്കാരുടെ മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. മധ്യവയസ്കകളാണ് 2 പേരെങ്കിലും. ഭർത്താവുമായി വലിയ ബന്ധമൊന്നുമുള്ളവരല്ല. ആ നിലയ്ക്ക് ഇങ്ങനെ സംഭവിച്ചുകൂടായികയില്ല. പക്ഷെ ആനന്ദ്, അവൻ ഇത്തരത്തിൽ പോയി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ കൊച്ചുകുട്ടിയല്ലേ. എല്ലാം അറിയാനുള്ള ഉത്കണ്ഠ കൊണ്ട് സംഭവിച്ചു പോയതാകുമോ? ശത്രുഘ്നന്റെ പോലീസ് ബുദ്ധിയിൽ മറ്റു ചില സംശയങ്ങളും ഉണ്ടായി. ഇത്തരത്തിലാണ് അവന്റെ മരണം സംഭവിച്ചതെന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ആരെങ്കിലും ചെയ്തതാണോ? കൊലയാളി ഒരു സ്ത്രീയാണെന്ന് മറ്റുള്ളവർ സംശയിക്കുവാൻ ഒരു സ്ത്രീയെ മുൻനിർത്തി പുരുഷൻ ചെയ്ത കൊലപാതകമായിക്കൂടെ? പോലീസിന് വഴിതെറ്റിക്കാൻ ഇങ്ങനൊരു അടവ്? ഏതായാലും സംശയങ്ങളൊന്നും ബാക്കി വെച്ചുകൂടാ. ശത്രുഘ്നൻ എണീറ്റു. മോഹിനിയെ കൊണ്ട് വേലക്കാരികളെ മുറിയിലേക്ക് വിളിപ്പിച്ചു. മുഖമടച്ച് ഓരോന്ന് കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. അയാളുടെ ആ ഭാവമാറ്റം കണ്ട് മോഹിനി പോലും വിറച്ചുപോയി. അയാൾക്ക് മുന്നിൽ നിന്ന് വേലക്കാരികൾ കൈകൾ കൂപ്പി യാചിച്ചു. ഇനി തല്ലല്ലേ സാറേ, എങ്കിൽ സത്യം പറ, എങ്ങനെയാണ് ആനന്ദ് മരിച്ചത്? വേലക്കാരികൾ അമ്പരന്നത് ഇപ്പോഴാണ്. സത്യമായിട്ടും ഞങ്ങൾക്ക് അറിയത്തില്ല സാറേ. വേലയിറക്കല്ലേ. നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ജോലി ലോക്കപ്പ് മുറിയിലായിരിക്കും, മറക്കണ്ട. അവരെ അങ്ങനെയൊക്കെ ചോദ്യം ചെയ്തെങ്കിലും ശത്രുഘ്നന് യാതൊരു വിവരവും ലഭിച്ചില്ല. അവർ നിരപരാധികളാണെന്ന് അയാൾക്ക് ഉറപ്പായി. പിന്നെ കൊലയാളി ആര്? മനസ്സിൽ പുറതിരിഞ്ഞു നിൽക്കുന്ന കാമരൂപിണിയായ ഒരു സ്ത്രീയുടെ ചിത്രമുണ്ട്. ആ മുഖം കൂടി ഒന്ന് കാണുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ശത്രുഘ്നൻ തുടരെ സിഗരറ്റുകൾ പുകച്ചു തള്ളിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ ശത്രുഘ്നൻ വീണ്ടും അവിടേക്ക് പോയി. ആനന്ദിന്റെ മൃതദേഹം കണ്ടെത്തിയ ഭാഗത്തേക്ക്. എന്തെങ്കിലും തെളിവുകൾ അവശേഷിക്കുന്നുണ്ടോ? പക്ഷേ ഒരു കാൽപ്പാട് പോലും തെളിവായി അയാൾക്ക് കിട്ടിയില്ല. ആന കയറിയ കരിമ്പിൻകാട് പോലെ ആൾക്കാർ കൃഷിത്തോട്ടത്തെ ചവിട്ടി മെതിച്ചിരിക്കുകയാണ്. ശത്രുഘ്നൻ ഒരു സിഗരറ്റ് കത്തിച്ചു. കണ്ണുകൾ കൊണ്ട് ചുറ്റുപാടും പരതി. ഉയരമുള്ള മതിലിന് പുറത്തുകൂടി ഇപ്പുറം കടക്കുക അത്ര നിസാരമായ കാര്യമല്ല. യാതൊരു തുമ്പും കിട്ടാതെ അയാൾ മടങ്ങി. എന്നും 7:30 വെളുപ്പുള്ളപ്പോൾ ഉണർന്നു കുളിക്കുമായിരുന്ന ഭദ്രം കാരണവർ 8 മണിയായിട്ടും കിടക്ക വിട്ട് എണീറ്റില്ല. സാധാരണ കുളി കഴിഞ്ഞാൽ ഇരുൾ വീണു കിടക്കുന്ന വഴിയിലൂടെ ഒരു നടപ്പ് പതിവാണ്. പാടത്തിൻ വരമ്പിലൂടെയുള്ള ആ യാത്ര അവസാനിക്കുന്നത് 500 പറ പാടത്തായിരിക്കും. നീരേറ്റുപുറം തറവാടിന് 100 മേനി വിളവ് സമ്മാനിക്കുന്ന പാടമാണ് 500 പറ. അവിടെ ഭദ്രംകാരനവർ എത്തുമ്പോഴേക്കും നേരം പുലർന്നിരിക്കും. പിന്നെ മടക്കയാത്രയാണ്. ആ നേരത്താണ് പാടത്തും കൃഷിയിടങ്ങളിലുമൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തുന്നത്. പക്ഷേ ഈ രാത്രിയിൽ ഭദ്രംകാരനവർ ഒരു പോള ഉറങ്ങുക പോലും ചെയ്തിരുന്നില്ല. അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചു കേണു. എൻ്റെ ഈ തറവാട്ടിൽ ഇപ്പോൾ ഇങ്ങനൊരു ശാപം വന്ന് വീഴാൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാകുമെന്ന് കാരണവർക്ക് തോന്നി. ഇല്ലെങ്കിൽ ഇനിയും മരണങ്ങൾ ഒരു തുടർക്കഥയാകുമെന്ന് ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ. ഇനിയൊരു ശവശരീരം കൂടി കാണുവാനുള്ള കരുത്ത് തനിക്കില്ല. പരശുരാമ! മുറിയിൽ നിന്ന് എണീറ്റ് പുറത്തു വന്ന് കാരണവർ വിളിച്ചു. 3ാമത്തെ മകൻ അച്ഛന് മുന്നിൽ വന്ന് ആജ്ഞ കാത്തു നിന്നു. നീ പോയി ഗോവിന്ദക്കണിയാരെ തിരക്ക്. അയാൾ വന്നുവെങ്കിൽ ഇത്രടം വരെ വരുവാൻ ഞാൻ പറഞ്ഞെന്ന് പറ. ശരി അച്ഛാ. പരശുരാം അപ്പം തന്നെ പോയി. മുറിക്കുള്ളിൽ നിന്നും വിജയനും ഹേമലതയും ഇനിയും പുറത്തു വന്നിട്ടില്ല. ഭർത്താവിൻ്റെ അരികിൽ തന്നെ കിടക്കുകയായിരുന്നു ഹേമലത. ഇരുവരും ഉണർന്നു കിടക്കുകയായിരുന്നെങ്കിലും ആരും ഒന്നും മിണ്ടുന്നില്ല. തികച്ചും അന്യരെ പോലെ. ഈ ദുരന്തങ്ങൾക്കൊക്കെ കാരണക്കാരൻ
താനാണ് എന്നൊരു തോന്നൽ അറിയാതെയാണെങ്കിലും വിജയനുണ്ടായിരുന്നു. കാറ്റിന്റെ മർമ്മരത്തോടൊപ്പം കാതിലെത്തുന്ന തണുത്ത ശബ്ദത്തെ ഇപ്പോൾ വെറും തോന്നലായി ചിത്രീകരിക്കാനാവില്ല. ആർക്കും പ്രവചിക്കാനാവാത്ത എന്തോ ഒരു ശക്തി എല്ലാറ്റിനും പിന്നിലുണ്ടെന്ന് അവന്റെ വിചാരത്തിന് ശക്തി കൂടിത്തുടങ്ങി. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന വണ്ണം അവൻ വിളിച്ചു, ഹേമലതേ. എന്തോ? ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ ശരിയായ ഉത്തരം തരണം. ഒന്നും മറച്ചു വെക്കാൻ ശ്രമിക്കരുത്. ഒരുപക്ഷെ ഇവിടെ അരങ്ങേറുന്ന മരണങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്താനും നിന്റെ മറുപടിക്ക് കഴിഞ്ഞേക്കും. അമ്പരപ്പായിരുന്നു ഹേമലതയ്ക്ക്. തൻ്റെ ഭർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. നിനക്ക് വാസന്തിയുമായി എങ്ങനെയാണ് പരിചയം? വാസന്തിയോ? ഹേമലതയുടെ നെറ്റി ചുളിഞ്ഞു. അതെ, കഴിഞ്ഞൊരു ദിവസം ഈ മുറിയിൽ കിടന്നിരുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് നീ എന്നോട് ചോദിച്ചില്ലേ ഇത് വാസന്തിയാണോ എന്ന്? ഞാനോ? വിജയേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ടുമില്ല, അങ്ങനെ ചോദിച്ചിട്ടുമില്ല. ഇത്തവണ അമ്പരന്ന് പോയത് വിജയനാണ്. ആ ഫോട്ടോ നീ മേശയുടെ ഡ്രോയിലിട്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ എണീറ്റ് ചെന്ന് മേശവലിപ്പ് തുറന്നു. പക്ഷേ അത് മുഴുവൻ തിരഞ്ഞെങ്കിലും ആ ഫോട്ടോ കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. ശരിക്കും തനിക്ക് ചിത്തഭ്രമമുണ്ടെന്ന് വിജയന് തോന്നി. ഹേമലത കിടക്കയിൽ എണീറ്റിരുന്ന് അവനെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. എന്തേ വിജയേട്ടാ ഫോട്ടോ? അവളുടെ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ അവന് കഴിഞ്ഞില്ല. അപ്പോൾ അവൾ വീണ്ടും തിരക്കി, ആരാ വിജയേട്ടാ ഈ വാസന്തി? വിജയൻ ഞെട്ടലോടെ അവളെ നോക്കി. മിണ്ടിയില്ല. സി എ ശത്രുഘ്നൻ സ്റ്റേഷനിലേക്ക് പോയി. മറ്റാരും അന്ന് ഒരിടത്തും പോയില്ല. ഗോവിന്ദൻ കണിയാരെ തേടിപ്പോയ പരശുറാം തിരികെ അച്ഛൻ്റെ മുന്നിലെത്തി അറിയിച്ചു, കണിയാർ വന്നെത്തിയിട്ടില്ല, ഒരാഴ്ച കൂടി കഴിയുമെന്ന്. ഭദ്രൻ കാരണവർ എന്തോ ഓർത്തിരുന്നു. കണിയാർ വരും മുമ്പ് ഇനിയും എന്തെങ്കിലും അയാൾ വന്നിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായേനെ എന്ന കാര്യത്തിൽ കാരണവർക്ക് സംശയമേയില്ല. തറവാടിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാൻ തന്നെ കാരണവർ മടിച്ചു. കാരണം കണ്ണുകൾ അറിയാതെ തെക്ക് ഭാഗത്തേക്ക് നീണ്ടു ചെല്ലും. അവിടെ ഉയർന്നിരിക്കുന്ന പുത്തൻ മൺകൂനകൾ കാണുവാനുള്ള കരുത്ത് തനിക്കില്ല. 1-2 ദിവസങ്ങൾ കൂടി പിന്നിട്ടു. സി എ ശത്രുഘ്നൻ എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും തൻ്റെ തറവാട്ടിൽ നടന്ന അരുൺകൊലയ്ക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഡിവൈഎസ്പിയുമായും അയാൾ ഈ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിനിടെ വളരെ പ്രാധാന്യത്തോടെ ഈ സംഭവം പത്രങ്ങളിൽ വന്നു. മുഖ്യമന്ത്രി ജയദേവൻ ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് തനിക്ക് വേണ്ടപ്പെട്ടവരാണ് നീരേറ്റുപുറം തറവാട്ടിലുള്ളതെന്നും വേണ്ട നടപടികൾ വേഗത്തിൽ കൈക്കൊണ്ട് കുറ്റവാളികളെ കണ്ടെത്തണമെന്നും അഭ്യർത്ഥിച്ചു. ആഭ്യന്തരമന്ത്രി DGPക്കും കർശനമായ നിർദ്ദേശം കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ SP കാർലോസ് നീരേറ്റുപുറം തറവാട്ടിൽ എത്തുകയും എല്ലാവരെയും ചോദ്യം ചെയ്യുകയും ഉണ്ടായി. പക്ഷേ കാർലോസിനും സംശയിക്കത്തക്കതായ യാതൊരു വിവരവും കിട്ടിയില്ല. പക്ഷേ അയാൾ അറിയാതെ ഒരാൾ അയാളുടെ ഓരോ ചലനവും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു. ഗോവിന്ദൻ കണിയാർ ഇനിയും മടങ്ങിയെത്തിയിട്ടില്ല. എത്തിയാൽ ഉടനെ തറവാട്ടിൽ വരണമെന്ന് കണിയാരോട് പറയുവാൻ അയാളുടെ വീട്ടുകാരെ ചട്ടം കെട്ടിയിരിക്കുകയാണ് ഭദ്രൻ കാരണവർ. ഒരു ദിവസം, അന്ന് പരശുറാമിൻ്റെ ഭാര്യ മീനാക്ഷിയും മക്കളും സ്വന്തം വീട്ടിൽ പോയിരിക്കുകയായിരുന്നു ഒരു വിവാഹത്തിൽ പങ്കുകൊള്ളാൻ. അടുത്ത ദിവസം രാവിലെ താനങ്ങ് എത്താമെന്നാണ് അയാൾ അവരോട് പറഞ്ഞിരിക്കുന്നത്. രാത്രി വിജയൻ ഗാഠനിദ്രയിലായിരുന്നു. ഹേമലത എണീറ്റു. വാതിൽ തുറന്ന് പുറത്തിറങ്ങി. തൻ്റെ കിടക്കയിൽ ആരോ ഇരിക്കുന്നത് സ്വപ്നം കണ്ടാണ് പരശുറാം ഉണർന്നത്. അയാൾക്ക് വിശ്വസിക്കാനായില്ല. മങ്ങിയ ഇരുളിൽ ഒരു സ്ത്രീരൂപം. ആരാ? അയാളുടെ തൊണ്ടയിൽ നിന്നും ശബ്ദമുയർന്നില്ല. ഒരു കൈ അയാളുടെ വായി മൂടിക്കഴിഞ്ഞിരുന്നു. പ്രഭാതം. അടുക്കളയിലെത്തിയ ഹേമലതയോട് വിജയലക്ഷ്മി അമ്മ പറഞ്ഞു, മോളെ, ഒരു കപ്പ് കാപ്പി കൊണ്ടുപോയി പരശുരാമന് കൂടി കൊടുക്ക്. അവളും പിള്ളേരും വീട്ടിൽ പോയിരിക്കുകയല്ലേ? ശരി അമ്മേ. അവൾ 2 കപ്പ് കാപ്പിയുമായി മടങ്ങി. ഒരു കപ്പ് വിജയന് കൊടുത്തിട്ട് പുറത്തേക്ക് നടക്കുമ്പോൾ വിജയൻ തിരക്കി, നീ അതുമായി എവിടെ പോകുന്നു? പരശുരാമേട്ടന് കൊടുക്കാൻ. ഹേമലത മരം കൊണ്ടുണ്ടാക്കിയ ഗോവണി കയറി 2ാം നിലയിലെത്തി. പരശുരാമന്റെ മുറി ഇനിയും തുറന്നിട്ടില്ല. ഏട്ടാ, പരശുരാമേട്ടാ! അവൾ വാതിലിൽ തട്ടിക്കൊണ്ട് വിളിച്ചു. പക്ഷേ അകത്തുനിന്നും മറുപടി ഒന്നും കിട്ടിയില്ല. 1-2 തവണ കൂടി അവൾ വിളിച്ചു. അപ്പോഴും അനക്കമില്ല. വാതിലിൽ തള്ളി നോക്കി. അകത്തുനിന്നും തഴുതിട്ടിരിക്കുകയാണ്. എന്താ ഹേമേ, ഏട്ടൻ എണീറ്റില്ലേ? അവൾ തിരിഞ്ഞു നോക്കി. മോഹിനിയാണ്. ഇല്ലെന്ന് തോന്നുന്നു ഏട്ടത്തി. ഞാൻ കുറേ നേരമായി വിളിക്കുന്നു, യാതൊരു അനക്കവുമില്ല. മോഹിനിയും വന്ന് വാതിലിൽ തട്ടി വിളിച്ചു. അകത്ത് നിറഞ്ഞ നിശബ്ദത. മോഹിനിയുടെ നെറ്റി ചുളിഞ്ഞു. തൊട്ടടുത്ത മുറി ശാർങ്ങധരൻ്റേതായിരുന്നു.
അയാളും കൗസല്യയും ഇറങ്ങി വന്ന് കാര്യം തിരക്കി. അവൾ പറഞ്ഞു. ശാർങ്ങധരനും പരശുരാമനെ വിളിച്ചു. ഇതൊക്കെ കേട്ട് താഴെ നിന്നും ശത്രുഘ്നനും വാസുദേവനും മുകളിലേക്ക് വന്നു. ശത്രുഘ്നന് എന്തോ ആപത്ശങ്ക തോന്നി. അയാൾ വേഗം തൊട്ടടുത്ത മുറിയിൽ നിന്നൊരു കസേര എടുത്തുകൊണ്ടുവന്ന് വാതിലിന് മുന്നിലിട്ടു. അതിൽ കയറി നിന്ന് വെന്റിലേഷനിലൂടെ അകത്തേക്ക് നോക്കി. കിടക്കയിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് പരശുരാമേട്ടൻ. ചേട്ടാ, ചേട്ടാ! ശത്രുഘ്നനും വിളിച്ചു. മറുപടിയില്ല. ഏട്ടനകത്തില്ലേ ശത്രുഘ്ന? വാസുദേവന്റെ സ്വരത്തിൽ പരിഭ്രാന്തി നിറഞ്ഞിരുന്നു. ഉണ്ട്, പക്ഷെ ഏട്ടൻ അനങ്ങുന്നില്ല. എന്റെ ദൈവമേ! ഹേമലതയും മോഹിനിയും കൗസല്യയും കരച്ചിലിന്റെ വക്കോളം എത്തിക്കഴിഞ്ഞിരുന്നു. ശത്രുഘ്നൻ വാതിലിൽ ഞാഞ്ഞു തള്ളി. പക്ഷേ കനത്ത വാതിലായതിനാൽ അനങ്ങുന്നില്ല. അയാൾ മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ട് 4-5 അടി പിന്നോട്ട് മാറി. പിന്നെ മുന്നോട്ട് പാഞ്ഞു വന്ന് വാതിലിൽ ഊക്കോടെ ചവിട്ടി. പ്രയോജനമുണ്ടായില്ല. പക്ഷേ ഇങ്ങനെ 4-5 ആവർത്തി ചെയ്തപ്പോൾ വാതിലിന്റെ സാക്ഷ്യം ഒടിഞ്ഞു. അത് അകത്തേക്ക് തുറക്കപ്പെട്ടു. മുറിക്കുള്ളിലേക്ക് ആദ്യം കയറിയതും ശത്രുഘ്നനായിരുന്നു. ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് പരശുരാമന്റെ കിടക്കക്കരികിലെത്തിയ ശത്രുഘ്നൻ ഒറ്റ നിലവിളിയായിരുന്നു. മറ്റുള്ളവരും അകത്തേക്ക് ഓടിയെത്തി. ഒന്നേ നോക്കാൻ കഴിഞ്ഞുള്ളൂ. കണ്ണുകൾ തുറിച്ച് പല്ലുകൾ കടിച്ചു പിടിച്ച് കിടക്കുന്ന പരശുറാം. ഹേമലതയുടെ കയ്യിൽ നിന്നും കപ്പിക്കാപ്പ് തറയിൽ വീണ് ചിതറിപ്പോയി. എന്റെ ഈശ്വര! നിലവിളികൾ കേട്ടപ്പോഴേ തറവാട്ടിലുള്ളവർക്ക് മനസ്സിലായി എന്തോ അത്യാഹിതം നടന്നു കഴിഞ്ഞുവെന്ന്. എല്ലാവരും മുകളിലേക്ക് ഓടി വന്നു. എന്റെ മോനെ! ഭദ്രകാരണവരും വിജയലക്ഷ്മി അമ്മയും മകന്റെ ശരീരത്തിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. പകച്ചു നിൽക്കുകയായിരുന്നു ശത്രുഘ്നൻ. അകത്തുനിന്നും അടഞ്ഞു കിടന്നിരുന്ന വാതിൽ താനാണ് തുറന്നത്. ഏട്ടന്റെ മരണം ഒരു കൊലപാതകമാണെന്ന കാര്യത്തിൽ സംശയമേയില്ല. പക്ഷേ കൊല ചെയ്തിട്ട് കൊലയാളി എങ്ങോട്ട് പോയി? ഉയർന്ന പോലീസ് ഓഫീസർമാരൊക്കെ സ്ഥലത്തെത്തി. SP കാർലോസിന്റെ കണ്ണുകൾ ആ മുറിയുടെ ഓരോ മൂലയിലും പരതി നടന്നു. മറ്റുള്ളവരെയെല്ലാം അവിടെ നിന്ന് പുറത്താക്കിയിരുന്നു. എങ്ങനെയും ഈ തറവാട്ടിലെ കൊലപാതക രഹസ്യങ്ങൾ കണ്ടെത്തണമെന്ന വാശിയിലായിരുന്നു കാർലോസ്. അങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തവെയാണ് യാദൃശ്ചികമായി അയാളുടെ കണ്ണുകൾ കിടക്കയിൽ മൃതദേഹത്തിനരികിൽ കിടക്കുന്ന നീളമുള്ള ഒരു മുടിയിൽ പതിഞ്ഞത്. ഒരു നിമിഷം കാർലോസിന്റെ നെറ്റി ചൊളിഞ്ഞു. ഈ തലമുടിയെ ഒരു തെളിവായി എടുക്കാനാവുമോ? പരശുറാമിന്റെ ഭാര്യയുടേതായിക്കൂടെ ഈ മുടി? ബെഡ്ഷീറ്റിൽ അത് കുരുങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒന്നും അപ്രധാനമാണെന്ന് എഴുതി കളയുവാനാവില്ല. വിരലടയാള വിദഗ്ധർ നോക്കിയിട്ട് പോലും ഒരു തെളിവും കിട്ടിയിട്ടില്ല. ആ നിലയ്ക്ക് കേസന്വേഷണത്തിനുള്ള വൈക്കോൽ തുരുമ്പായി ഈ മുടി മാറിയാലോ? കാർലോസ് ശ്രദ്ധയോടെ ആ മുടി എടുക്കുവാൻ ഭാവിക്കുകയായിരുന്നു. തെക്ക് നിന്നൊരു കാറ്റ് വീശി വന്നു. ജനാലയിലൂടെ അകത്തേക്ക് അടിച്ചു വന്ന കാറ്റിൽ ആ മുടി കാർലോസിന്റെ കയ്യിൽ നിന്നും പിടിവിട്ടുപോയി. ഛേ! കാർലോസിന് കുണ്ഠിതം തോന്നി. ആ മുറി മുഴുവൻ അയാൾ തിരഞ്ഞെങ്കിലും അയാൾക്ക് മുടി കണ്ടെത്താൻ കഴിഞ്ഞില്ല. താഴെ ഒരു നിലവിളി കേട്ടു. മീനാക്ഷിയും മക്കളും മടങ്ങി വരികയായിരുന്നു. നീരേറ്റുപുറം തറവാടിന് തെക്കുഭാഗത്ത് പുതിയ മൺകൂന ഉയർന്നു. തറവാട്ട് വളപ്പ് ശവപ്പറമ്പായി മാറുകയാണ്. അവിടെയുള്ള ഓരോ അംഗത്തിന്റെയും മുഖത്തിപ്പോൾ ഉദ്വേഗമാണ്. ആരായിരിക്കും മരണത്തിന്റെ അടുത്ത ഇര? അല്ലെങ്കിൽ അജ്ഞാതനായ ആ കൊലയാളിയുടെ അടുത്ത ഉന്നം ആരായിരിക്കും? എല്ലാം നീചമായ കൊലപാതകങ്ങളാണെന്ന് പോലീസ് സർജൻ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അടഞ്ഞുകിടക്കുന്ന മുറിക്കുള്ളിൽ കൊലയാളി എത്തിയതെങ്ങനെ? ആനന്ദിന്റെ കാര്യത്തിലാണെങ്കിൽ എങ്ങനെയും സംഭവിക്കാം. പക്ഷേ പരശുറാം അടഞ്ഞുകിടന്നിരുന്ന മുറിയിൽ നിന്നും മീരമോൾ കുളത്തിലെത്തിയതെങ്ങനെ? ഒരു ചോദ്യത്തിനും ഉത്തരമില്ല. പരശുറാമാണെങ്കിൽ ശ്വാസം കിട്ടാതെയാണ് മരിച്ചിരിക്കുന്നത്. കൊലയാളി അയാളുടെ മുഖത്ത് തലയണ അമർത്തിപ്പിടിച്ചിരുന്നുവെന്ന് അനുമാനിക്കാം. എന്നാൽ തലയണയിൽ നിന്നും അങ്ങനെയൊരു ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടുമില്ല. തറവാട്ടിൽ ആർക്കും ഇപ്പോൾ ഉറക്കമില്ല. കൊച്ചുകുട്ടികൾ പോലും ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടിയുണരുന്നു. ഇവിടെ നിന്ന് മാറി താമസിച്ചാൽ എന്തെന്ന് വരെ ഓരോരുത്തർക്കും തോന്നി തുടങ്ങിയിരിക്കുന്നു. ഭദ്രം കാരണവർ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പടുവൃദ്ധനായി മാറി. അകന്നു നിന്നിരുന്ന വാർദ്ധക്യം പെട്ടെന്ന് കടന്നാക്രമണം നടത്തിയതുപോലെ തോന്നി. CI ശത്രുഘ്നൻ സ്വന്തം വീട്ടിലെ കൊലയാളിയെ പോലും കണ്ടെത്താനാവാതെ പതറിയിരിക്കുകയാണ്. ഈ കാക്കി ശരീരത്തിൽ ഇട്ടുകൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. തറവാട്ടിലെ പതിവുകൾ ഒന്നാകെ തെറ്റിയിരിക്കുന്നു. ഒന്നിച്ചിരുന്നുള്ള അത്താഴം മുടങ്ങി. പലരും പരസ്പരം കാണാറുപോലുമില്ല എന്നതാണ് സത്യം. അഥവാ മുഖാമുഖം വന്നാൽ ഒരു വരണ്ട ചിരിയിൽ കാര്യങ്ങൾ ഒതുങ്ങുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരത്തിലാണ് മലബാറിൽ പോയിരുന്ന ഗോവിന്ദൻ കണിയാർ മടങ്ങിയെത്തിയത്.
അന്ന് തന്നെ അയാൾ നീരേറ്റുപുറം തറവാട്ടിലെത്തി. വിവരമറിഞ്ഞ ഭദ്രം കാരണവർ നവജീവൻ ലഭിച്ചതുമാതിരിയാണ് പൂമുഖത്തേക്ക് വന്നത്. ദിവസങ്ങൾക്ക് ശേഷം കാരണവർ പൂമുഖത്തെ ചാരുകസേരയിലിരുന്നു. തൊഴുതുകൊണ്ട് നിൽക്കുകയായിരുന്നു ഗോവിന്ദൻ കണിയാർ. തലയിൽ ഒറ്റ മുടി പോലുമില്ല. നെറ്റിയിൽ ഭസ്മക്കുറി. ചെവിക്ക് മുകളിൽ തുളസിയില തിരുകിയിട്ടുണ്ട്. കുഴികൾക്കുള്ളിൽ തിളങ്ങുന്ന കണ്ണുകൾ. ക്ലീൻ ഷേവ്. ഉണങ്ങിച്ചുളുങ്ങിയ രൂപം. അതായിരുന്നു ഗോവിന്ദൻ കണിയാർ. താൻ എവിടെയായിരുന്നടോ ഇത്രയും കാലം? കാരണവരുടെ ശബ്ദത്തിൽ പരിഭവമോ കുറ്റപ്പെടുത്തലോ ഒക്കെ ഉണ്ടായിരുന്നു. അടിയൻ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രശ്നത്തിന് പോയതാ. മനഃപൂർവ്വമല്ല, കുറെ വൈകിപ്പോയി. താൻ അറിഞ്ഞില്ലേ ഇവിടുത്തെ വിശേഷങ്ങൾ? കാരണവരുടെ സ്വരം പതറി. അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഓടിയെത്തിയത്. എന്താടോ ഈ തറവാടിന് ഇങ്ങനൊരു ദോഷം വന്ന് ഭവിക്കാൻ? കണ്ടെത്താം, ഉടനെ കണ്ടെത്താം. മധ്യാഹ്നം ഒന്ന് കഴിഞ്ഞോട്ടെ. കണിയാർ തൻ്റെ സഞ്ചി താഴെ വെച്ചു. കുളിമുറിയിലായിരുന്നു ഈ അവസരത്തിൽ ഹേമലത. ഷവറിനു താഴെ ഒരു കനക വിഗ്രഹം പോലെ. ഷവറിൽ നിന്നും ചിതറി വീഴുന്ന ജലത്തുള്ളികൾ ഏതോ പുണ്യകർമ്മം ചെയ്യുന്ന ഉത്സാഹത്തോടെ ആ മേനിയുടെ താഴേക്ക് പോവുകയാണ്. ഹേമലതയും ഒരു പ്രത്യേക അനുഭൂതിയിൽ എന്നവണ്ണം നിൽക്കുകയാണ്. ഇപ്പോൾ ഭർത്താവ് തൻ്റെ അരികിലുണ്ടായിരുന്നുവെങ്കിൽ എന്നവൾ ആശിച്ചു പോയി. ശരീരത്തിലെ ഓരോ അണുവിടയും ഒരു പുരുഷന്റെ കരളാണത്തിനായി ധരിക്കുകയാണ്. പൊടുതനെ വലതു കൈത്തണ്ടയിൽ ഒരു വിറയൽ. അതെന്താണെന്ന് മനസ്സിലാകാതെ അവൾ കൈത്തണ്ടയിലേക്ക് സൂക്ഷിച്ചു നോക്കി. വെളുത്തു ചുവന്ന ആ കൈത്തണ്ടയിലെ ഞരമ്പുകൾ പെട്ടെന്ന് എഴുന്നു വന്നു. ചെറിയ പാമ്പുകളെ പോലെയാണ് അവൾക്ക് തോന്നിയത്. അപ്പോൾ കാതുകളിൽ കാറ്റിന്റെ മർമരം. അങ്ങ് അകലെ എവിടെ നിന്നോ ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഒരു നിർദ്ദേശം. സൂക്ഷിക്കണം, പുറത്തൊരാൾ വന്നിട്ടുണ്ട്. ഹേമലതയുടെ നെറ്റി ചുളിഞ്ഞു. ഞരമ്പുകൾ എഴുന്നു നിന്നിരുന്ന കൈത്തണ്ടയിലേക്ക് അവൾ ഒന്നുകൂടി നോക്കി. അപ്പോൾ മറ്റൊരത്ഭുതം. ആ കൈത്തണ്ടയിൽ ഒരു സ്ക്രീനിൽ എന്ന വണ്ണം ചിത്രങ്ങൾ തെളിയാൻ തുടങ്ങി. പൂമുഖത്തിരിക്കുന്ന ഗോവിന്ദൻ കണിയാരുടെ ചിത്രം. തൊട്ടരികിലിരിക്കുന്ന കവടി സഞ്ചി. ഹേമലതയുടെ കണ്ണുകൾ കുറുകി. അവളുടെ ഉള്ളിൽ ഒരു വിഷസർപ്പം പുളഞ്ഞു. ധൃതിയിൽ ഹേമലത ഷവർ അടച്ചു. വെള്ളം തോർത്താൻ തുടങ്ങി. ഈ സമയം ഭദ്രം കാരണവർ മക്കളെയെല്ലാം ഫോണിൽ വിളിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ മടങ്ങിപ്പോരുക. ഗോവിന്ദൻ കണിയാർ കാത്തിരിക്കുകയാണിവിടെ. തറവാടിനെ ബാധിച്ചിരിക്കുന്ന ശാപം എന്തെന്നറിയുവാൻ പ്രശ്നം വയ്ക്കുമ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം. മക്കൾ ഓരോരുത്തരായി മടങ്ങി വന്നു തുടങ്ങി. ഉമ്മർത്ത് വെച്ചാണ് പ്രശ്നം നോക്കുവാൻ തീരുമാനിച്ചത്. എല്ലാ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ വേണം താനും അതെന്ന് ഭദ്രം കാരണവർ തീരുമാനിച്ചിരുന്നു. 2 മണി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും എത്തിച്ചേർന്നു. വിജയൻ മുറിയിലെത്തിയപ്പോൾ ഹേമലത എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ മുന്നിലെത്തിയപ്പോൾ മാത്രമേ അവൾ വിവരമറിഞ്ഞുള്ളൂ. ഒരു സ്വപ്നത്തിൽ നിന്നെന്നവണ്ണം അവൾ പിടഞ്ഞുണർന്നു. വിജയേട്ടൻ എന്താ ഈ നേരത്ത്? ഇവിടെ പ്രശ്നം നടത്താൻ പോവുകയല്ലേ? ഉടൻ എത്തണമെന്ന് അച്ഛൻ ഫോൺ ചെയ്തിരുന്നു. ഓ, അവൾ താല്പര്യമില്ലാത്ത മട്ടിൽ തിരക്കി. നിങ്ങളെല്ലാവരും അന്ധവിശ്വാസികളാണ് അല്ലേ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇക്കാലത്തും പ്രശ്നവെപ്പിലും മറ്റും വല്ലാത്ത വിശ്വാസം. അതോ? അവൻ ചിരിച്ചു. അച്ഛൻ്റെ വിശ്വാസങ്ങൾക്ക് ഞങ്ങൾ ആരും എതിര് നിൽക്കാറില്ല. മാത്രമല്ല ഇതിൽ ഒരു ഇത്തിരി കാര്യവുമുണ്ടെന്ന് ഞങ്ങൾക്കും തോന്നുന്നുണ്ട്. ഹേമലത പിന്നീട് ഒന്നും ചോദിച്ചില്ല. ഇത്തിരി സംഭാരം ഇങ്ങെടുത്തേക്ക് കണിയാർക്ക്. പൂമുഖത്തിരുന്ന് ഭദ്രം കാരണവർ അകത്തെ വാതിൽക്കിലേക്ക് നോക്കി പറയുന്നതും കേട്ടുകൊണ്ടാണ് ഹേമലത അങ്ങോട്ട് ചെന്നത്. അവൾ സംഭാരമെടുക്കാനായി അടുക്കളയിൽ എത്തിയപ്പോൾ വേലക്കാരികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവർ തങ്ങളുടെ ജോലികളിൽ വ്യാപൃതരുമാണ്. പെട്ടെന്നാണ് ഹേമലതയുടെ കണ്ണുകൾ വിമ്മിൽ പതിഞ്ഞത്. ക്ഷണനേരം കൊണ്ട് അവൾ മറ്റാരും കാണാതെ കുറച്ച് വിമ്മെടുത്ത് കണിയാർക്ക് കൊടുക്കാനുള്ള സംഭാരത്തിലിട്ടു. സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി. പിന്നെ ഒന്നും സംഭവിക്കാത്തതുപോലെ സംഭാരമെടുത്ത് ഓട്ടുപാത്രവുമായി പുറത്തേക്ക് നടന്നു. പൂമുഖത്തെത്തിയ അവൾ ഭവ്യതയോടെ കണിയാർക്കു നേരെ പാത്രം നീട്ടി. യാദൃശ്ചികമായാണ് അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കിയത്. കണിയാരുടെ മുഖത്ത് ഒരു ഞെട്ടലുണ്ടാകുന്നത് ഹേമലത കണ്ടു. സംഭാരപാത്രം പിടിച്ചിരുന്ന അയാളുടെ കൈ വിറകൊണ്ടു. ശബ്ദിക്കാനാവാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് ഗോവിന്ദൻ കണിയാർ ഇരുന്നുപോയി. നോവലിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.